ഗോവിന്ദ അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാമേകദന്തമുപാസ്മഹേ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോऽന്വയാദിതരതശ്ചാർത്ഥേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തത്ക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതിർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. യോऽന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരിശ്രീഗണപതയേ നമഃ. വിഘ്നമസ്തു. ഗുങ്ഗുരുഭ്യോ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഭഗവാന്റെയും ഗുരുനാഥന്മാരുടെയും സജ്ജനങ്ങളുടെയും ഒക്കെ അപാരമായ കാരുണ്യം കൊണ്ടാണ് ഇങ്ങനെ ഭാഗവതം സേവിക്കാനൊരു അവസരം ഒരു ജീവന് ലഭിക്കുന്നത്. അത് ഞാനും തിരിച്ചറിയുന്നു, ശ്രോതാക്കളും അത് തിരിച്ചറിയുക. എത്രയോ ജന്മങ്ങളായിട്ട് ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഭാഗവതം കേൾക്കാൻ സാധിക്കുന്നത്, പഠിക്കാൻ സാധിക്കുന്നത്, ആ ഒരു വേദിയിൽ എത്തിപ്പെടുന്നത്. അത് ഭാഗവത്തിൻ്റെ മാഹാത്മ്യം. ഒന്ന്, ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേതു. ജന്മാന്തരത്തിൽ ചെയ്ത പുണ്യം കൊണ്ടാണ്. ഈ ജന്മം ചെയ്ത പുണ്യാവില്ല. ചിലർ ചോദിക്കാറുണ്ട്, അതിന് മാത്രമൊന്നും പുണ്യം ജന്മത്തിൽ ചെയ്തിട്ടില്ല, കുറേശ്ശെ നമുക്ക് തന്നെ നമ്മളെ പറ്റി അറിയാലോ. ഗായത്രിയൊന്നും ഒക്കെ കഷ്ടിയ ജപിച്ചിട്ടൊന്നുമില്ല, ഭക്തിയോടുകൂടി ഭഗവാനെ വിളിച്ചിട്ടൊന്നുമില്ല, എന്നിട്ടും എന്തുകൊണ്ട് ഈ വേദിയിൽ വന്നിരിക്കുന്നു? ഈ ജന്മത്തിൽ ചെയ്തതല്ല. പൂർവ്വജന്മങ്ങളിൽ ധാരാളം ഹോമം കഴിച്ചിട്ടുണ്ട്, എത്രയോ യാഗം ചെയ്തിട്ടുണ്ട്, എത്രയോ തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട്, എത്രയോ പുണ്യകർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ശ്രദ്ധയോടുകൂടിയിരിക്കാൻ ഒരു ജീവന് സാധിക്കുന്നത്. ശ്രദ്ധ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ജന്മാന്തരേ ഭവേത് പുണ്യം ആണ്. നമ്മളൊക്കെ സുഹൃതികളാണ്. അതാണ് സുഹൃതികളെ എന്ന് വിളിക്കുന്നത്. കൃതിഭിഹി ആണ്. ശുശ്രൂഷുഭിഹി തത് ക്ഷണാത്. കൃതിഭിഹി പറഞ്ഞാൽ സൂന്നും കൂടി ചേർത്താൽ നമുക്ക് എളുപ്പം മനസ്സിലാവും. സുഹൃതിഭിഹി ആണ്, പുണ്യം ചെയ്തവരെ ആണ്. എത്രയോ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ്. കുറച്ചൊക്കെ പുണ്യം ചെയ്യുമ്പോൾ ഭഗവാൻ വിചാരിക്കും അവർക്ക് അനുകൂലമായ സാഹചര്യം കൊടുക്കാം എന്ന് വിചാരിക്കും എന്നാണ്. കുറച്ച് പുണ്യം ചെയ്തിട്ടുണ്ട്, എന്നാൽ പിന്നെ ആരോഗ്യം കൊടുക്കാം, അസുഖമൊന്നും വരാണ്ടിരിക്കാം. നല്ല കാര്യമാണ്, പുണ്യം ചെയ്തതിൻ്റെ ഫലമാണ്. അതല്ല, ധാരാളം പുണ്യം ചെയ്തു, അനുകൂലമായിട്ടൊരു ഭാര്യയെ കൊടുക്കാം, ഭർത്താവിനെ കൊടുക്കാം, ധാരാളം പുണ്യം ചെയ്തു.
അതിനേക്കാൾ അധികം പുണ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ പറഞ്ഞാൽ കേൾക്കേണ്ട ഒരു മകനെ കൊടുക്കാം, മകളെ കൊടുക്കാം, അതൊന്നല്ല. അതിനേക്കാളൊക്കെ പുണ്യം ചെയ്തിട്ടുണ്ട്. നല്ലൊരു വീട്, അതിനേക്കാളൊക്കെ പുണ്യം. ധാരാളം കാശ്, അതിനേക്കാളൊക്കെ പുണ്യം. അത്രയുണ്ടെങ്കിൽ അടുത്തെവിടെയെങ്കിലും സപ്താഹം നടക്കണമെങ്കിൽ അവിടെ പോയി ഇരിക്കാനുള്ളൊരു മനസ്സ് കൊടുക്കാം. അപ്പോൾ നമ്മളൊക്കെ അത്രയ്ക്ക് അധികം പുണ്യം ചെയ്തവരാണ്. അസുഖമുണ്ടോ വേറെ വിഷയം, ഭർത്താവ് പറഞ്ഞാൽ വേറെ വിഷയം, മക്കൾ അതൊന്നല്ല വിഷയം. ഇവിടെ വന്നിരിക്കാൻ സാധിക്കുന്നുണ്ടോ, ശ്രദ്ധയോടുകൂടി കേൾക്കാനുള്ള മനസ്സുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഭഗവാന് വളരെ വേണ്ടപ്പെട്ടവരാണ്. ഭഗവാന് നമുക്ക് വേണമെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, പക്ഷേ ഭഗവാന് നമ്മളെ വേണമെന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇരുന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഭഗവാൻ തരുന്നത്. അതൊക്കെ ഭാഗ്യമാണെന്ന് അറിഞ്ഞിട്ട് വേണം ഭാഗവതം കേൾക്കാൻ. അതിനാണ് മാഹാത്മ്യം. കഥ അറിഞ്ഞ ആട്ടം കാണാമെന്ന് പറയും. ആട്ടം കണ്ടുവരുമ്പം ഏറെക്കുറെ മനസ്സിലാക്കല്ല, ആദ്യം അറിയുക. അതാണ് അതിൻ്റെ മഹത്വം. മനസ്സിലാക്കിയിട്ട് അനുഭവിക്കുക. അതാണ് അറിഞ്ഞനുഭവിക്കുക എന്ന് പറയും. അനുഭവിക്കലും അറിഞ്ഞനുഭവിക്കലും വ്യത്യാസമുണ്ട്. അനുഭവിച്ചു അതുകൊണ്ട് കാര്യമില്ല. അതിന്നതാണെന്ന് അറിഞ്ഞനുഭവിക്കുമ്പോൾ അതിന് പ്രാധാന്യം അധികമാണ്. നമ്മൾ കുളത്തിൽ മുങ്ങണ സമയത്ത് ആദ്യം പായലൊന്ന് നീക്കും ഇല്ലേ? മുങ്ങണ സമയത്ത് നല്ല പായലാവും, മുഴുവൻ കുളാന്ന് തോന്നുന്നില്ല. ദൂരത്ത് നോക്കിയാൽ ക്രിക്കറ്റ് ഗ്രൗണ്ടാണെന്ന് വിചാരിക്കുക. നല്ലവണ്ണം അടുത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക കുള. മുങ്ങണമെങ്കിൽ എന്ത് വേണം? പായൽ നീക്കും. പായലൊന്നും നീക്കി ഒന്ന് മുങ്ങി നമ്മൾ കരയ്ക്ക് കയറുമ്പോഴേക്കും പായലൊക്കെ വീണ്ടും വന്നിട്ടുണ്ടാവും എന്നാണ്. അപ്പം മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ പായൽ നിൽക്കല ആണ്. നാളെ മുങ്ങുള്ളൂ. ഇന്നിപ്പം സപ്താഹമായിട്ടല്ലേ, നാളെ മുതലേ സപ്താഹം ആരംഭിക്കുള്ളൂ. ഇന്ന് നമ്മൾ നാളെ മുങ്ങാനുള്ള പുറപ്പാടാണ്. ഒക്കെ ഒന്ന് നീക്കി വൃത്തിയാക്കി ഒന്ന് മുങ്ങണം. നാളെ മുങ്ങുള്ളൂ. ഇന്നും കൂടി കൂട്ടുകയാണെങ്കിൽ അഷ്ടാഹം എന്ന് പറയേണ്ടി വരും എന്നാണ്. അഹസ് പറഞ്ഞ ദിവസം എന്നർത്ഥം. 7 ദിവസമായിട്ട് ഭാഗവത്തെ വിചാരം ചെയ്യുമ്പോൾ എന്ത് പറയും? ഭാഗവത സപ്താഹം. വ്രത സപ്താഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 7 ദിവസം എന്നാണ്. ഒരാഴ്ച എന്നേ അർത്ഥമുള്ളൂ. ഒരാഴ്ച നമ്മൾ പരദൂഷണം പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കാം? പരദൂഷണ സപ്താഹം. അത്രയേ ഉള്ളൂ. സപ്താഹം അല്ലാണ്ട് ആവുന്നില്ല. 7 ദിവസം എന്നേ അർത്ഥമുള്ളൂ സംസ്കൃതത്തിലെ. പക്ഷേ ഇപ്പം വന്ന് സപ്താഹം എന്ന് വെറുതെ പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? നമ്മളെന്താ വിചാരിക്കുക? ഭാഗവത്. അങ്ങനെ അർത്ഥമൊന്നുമില്ല. പക്ഷെ നമ്മളെന്ത് വിചാരിക്കും? ഭക്തന്മാരിട്ടോ ഇതൊക്കെ താല്പര്യമുള്ളവരൊക്കെ അങ്ങനെ വിചാരിക്കുക. അല്ലാത്തവർക്ക് ഇപ്പം ഒരാഴ്ച തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെയായി മാറി. അതൊക്കെ ഭാഗവത്തിൻ്റെ മഹിമ തന്നെയാണ്. അറിയാത്ത വിഷയമല്ല. എങ്കിലും അധികം നമ്മൾ ലോക വിഷയങ്ങളുടെ പിന്നാലെയല്ലേ. അധികം കാണുന്നതും കേൾക്കുന്നതൊക്കെ ലോക വിഷയങ്ങൾ, ലൗകികമായിട്ടുള്ള വ്യവഹാരത്തിൽ തന്നെ മുഴുകിയിരിക്കുന്നത് കൊണ്ട് നമുക്കറിയുന്ന വിഷയമാണെങ്കിലും ഇടയ്ക്ക് നമ്മൾ വിട്ടുപോകും. 24 മണിക്കൂറുണ്ടെങ്കിലും കൂടുതൽ സമയം എന്താ ചെയ്യണത്? ടി വി കാണുന്നു, മൊബൈൽ നോക്കുന്നു, പിന്നെ പലതും പറഞ്ഞിരിക്കുന്നു എന്നാണ്. കൂടുതലും കാണുന്നതും കേൾക്കുന്നതൊക്കെ വേണ്ടാത്തതാണെന്നും പറയണില്ല, ഒക്കെ വേണ്ടത് തന്നെ. പക്ഷേ എങ്കിലും അത് ഭഗവാനിൽ അകറ്റി കൊണ്ടുപോകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്വരൂപത്തിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ മഹാത്മ്യത്തിൻ്റെ ആവശ്യം എന്നാണ്. നാളെ മുതൽ കേൾക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം ബോധിപ്പിക്കുക. എന്തിനാത്? ശ്രോതാക്കൾക്ക് ശ്രദ്ധ ഉണ്ടാവാൻ. എന്തിനാണ്? ശ്രദ്ധ ഉണ്ടാക്കാനാണ് ഈ 3 കഥകൾ മഹാത്മ്യത്തിൽ. ആ കഥകൾ സമയത്തിനനുസരിച്ച് ചുരുക്കി ഇവിടെ വിവരിക്കാം. കുറച്ച് അധ്യായങ്ങളിലായിട്ട് ആ മഹാത്മ്യം പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. പത്മപുരാണത്തിൽ മാത്രമല്ല, മറ്റ് പുരാണങ്ങളിലും ഭാഗവത്തിൻ്റെ മഹിമ വർണ്ണിക്കുന്നുണ്ട്. അതന്നെ ഭാഗവത്തിൻ്റെ മഹിമയാണ്. നമ്മളൊക്കെ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ വേറൊരാളെ പറ്റി നല്ലത് പറയുമോ? സാധ്യത ഇല്ല. ഒരാചാര്യനെ പറ്റി ഞാനൊക്കെ നിവൃത്തി ഉണ്ടെങ്കിൽ മറ്റൊരു ആചാര്യനെ പറ്റി നല്ലത് പറയില്ല. അങ്ങനെ ഇരിക്കെ പുരാണങ്ങളൊക്കെ അങ്ങനെ ഒരു സ്വഭാവം തന്നെയാണ്. മറ്റൊരു പുരാണത്തെ പറ്റി ഒരിക്കലും പുകഴ്ത്തി പറയില്ല. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ കാരണം അതിൻ്റെ കച്ചവടം നിൽക്കും ആണ്. ഇതാണ് ഗെയിം എന്ന് മാത്രമേ പറയുള്ളൂ സാധാരണ പുരാണങ്ങൾ. എന്നാൽ ഭാഗവത്തിൻ്റെ മഹിമ ഭാഗവത്തിലല്ല പറയണത്, പത്മപുരാണത്തിൽ പറയുന്നുണ്ട്, സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. അതന്നെ ഭാഗവത്തിൻ്റെ മഹിമയല്ലേ. മറ്റ് പുരാണങ്ങളിൽ പോലും ഭാഗവതം വായിക്കണം, കേൾക്കണം എന്നുള്ളത് വിളിച്ച് പറയുകയാണ്. അതന്നെ ഭാഗവത്തിൻ്റെ മഹിമയാണ്. അതിൽ പത്മപുരാണത്തിലെ കുറച്ച് അധ്യായങ്ങളിൽ ഒരധ്യായം പാരായണം ചെയ്ത് ആ കുറച്ച് അധ്യായങ്ങളിലായിട്ട് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് സമയത്തിനനുസരിച്ചൊന്ന് ചുരുക്കി പറയും. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ പ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. അഥ പ്രഥമോധ്യായ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈമിഷേ സൂതമാസീനമഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദകുശലഃ ശൗനകോ ബ്രവീൽ. ശൗനക ഉവാച. അജ്ഞാനധ്വാന്തവിധ്വംസകോടിസൂര്യസമപ്രഭാ
സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം ഭക്തിജ്ഞാനവിരാഗാപ്തോ വിവേകോ വർദ്ധത്തെ മഹാൻ മായാമോഹനിരാസശ്ച വൈഷ്ണവൈ ക്രിയത്തെ കഥം ഇഹ ഘോരേ കലൗ പ്രായോ ജീവശ്ചാസുരതാംഗതഃ ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം ശ്രേയസാം യദ്ഭവേത് ശ്രേയഃ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വൽ സാധനം തദ്വദാധുനാ ചിന്താമണിർലോകസുഖം സുരദ്രുസ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം സൂത ഉവാച പ്രീതിശൗനകചിത്തേ ഹ്യതോ വസ്മി വിചാര്യ ച സർവസിദ്ധാന്തനിഷ്പന്നം സംസാരഭയനാശനം ഭക്തിയോഗവർദ്ധനം യച്ച കൃഷ്ണസന്തോഷഹേതുകം തദഹം തേ ഭിധാസ്യാമി സാവധാനതയാ ശൃണു കാലവ്യാളമുഖഗ്രാസത്രാസനിർനാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗകീരേണ ഭാഷിതം ഏതസ്മാദപരം കിഞ്ചിന്മനഃശുദ്ധ്യൈ ന വിദ്യത്തെ ജന്മാന്തരേ ഭവേൽ പുണ്യം തദാ ഭാഗവതം ലഭേൽ പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേ ശുകേ സുധാകുംഭം ഗൃഹീത്വൈവ ദേവാസ്തത്ര സമാഗമൻ സുഖം നത്വാ വദൻ സർവേ സ്വകാര്യകുശലാസുരാഃ കഥാസുധാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാം ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞാ പ്രപീയതാം പ്രപാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം ക്വ സുധാ ക്വ കഥാലോകേ ക്വ കാചഃ ക്വ മണിർമഹാൻ ബ്രഹ്മരാദോ വിചാര്യൈവം തദാ ദേവാൻ ജഹാസഃ അഭക്താംസ്താംശ്ച വിജ്ഞായ ന ദദൗ സ കഥാമൃതം ശ്രീമദ്ഭാഗവതീ വാർത്താ സുരാണാമപി ദുർലഭ രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുരാധാതാപി വിസ്മിത സത്യലോകേ തുലാം ബദ്ധ്വാ തോലയൽ സാധനാന്യജ ലഘൂന്യന്യാനി ജാതാനി ഗൗരവേണ ഇദം മഹൽ തദാ ഋഷിഗണാ സർവേ വിസ്മയം പരമയ്യയോ മേനിരേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം കലൗ പഠനാത് ശ്രവണാൽ സദ്യോ വൈകുണ്ഠഫലദായകം സപ്താഹേന ശ്രുതം ചൈതൽ സർവഥാ മുക്തിദായകം സനകാദ്യൈ പുരാ പ്രോക്തം നാരദായാദയാപരൈ യദ്യപി ബ്രഹ്മസംബന്ധാത് ശ്രുതമേതൽ സുരർഷിണ സപ്താഹശ്രവണവിധി കുമാരൈസ്തസ്യ ഭാഷിത ശൗനക ഉവാച ലോകവിഗ്രഹമുക്തസ്യ നാരദസ്യ സ്ഥിരസ്യ ച വിധിശ്രവേ കുതപ്രീതി സംയോഗ കുത്രതയ്യ സഹ സൂത ഉവാച അത്ര തേ കീർത്തയിഷ്യാമി ഭക്തിയുക്തം കഥാനകം ശുകേന മമയൽ പ്രോക്തം രഹശിഷ്യം വിചാര്യ ച ഏകദാ ഹി വിശാലായാം ചത്വാര ഋഷയോ മലാഃ സത്സംഗാർത്ഥം സമായാതാ ദദൃശുസ്തത്ര നാരദം കുമാരാ ഊചു കഥം ബ്രഹ്മൺ ദീനമുഖ കുതശ്ചിന്താതുരോ ഭവാൻ ത്വരിതം ഗമ്യതേ കുത്ര കുതശ്ചാഗമനം തവ ഇദാനീം ശൂന്യചിത്തോസി ഗതവിത്തോ യഥാ ജനഃ തവേദം മുക്തസംഗസ്യ നോചിതം വദ കാരണം നാരദ ഉവാച അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തത നാപശ്യം കുത്രചിച്ഛർമ്മ മനസ്സന്തോഷകാരകം കലിനാധർമ്മമിത്രേണ ധരേയം ബാധിതാധുന സത്യം നാസ്തി തപശൗചം ദയാദാനം ന വിദ്യത്തെ ഉദരം ഭരിണോ ജീവാവരാകാഃ കൂടഭാഷിണഃ മന്ദാസ്സു മന്ദമതയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാഃ പാഖണ്ഡനിരതാഃ സന്തോ വിരക്താഃ സപരിഗ്രഹാഃ തരുണീ പ്രഭുദാ ഗേഹേ ശ്യാലകോ ബുദ്ധിദായകഃ കന്യാവിക്രയിണോ ലോഭാദ് ദമ്പതീനാം ച കൽക്കലം ആശ്രമായവനൈരുദ്ധാസ്തീർത്ഥാനി സരിതസ്തഥാ ദേവതായതനാന്യത്ര ദുഷ്ടൈർനഷ്ടാനി ഭൂരിശ ന യോഗീ നൈവ സിദ്ധോ വാ ന ജ്ഞാനീ സൽക്രിയോ നര കലിതാവാനലേനാദ്യ സാധനം ഭസ്മതാംഗതം അട്ടശൂലാ ജനപദാ ശിവശൂലാദ്വിജാതയാ കാമിന്യക്കേശശൂലിന്യ സംഭവന്തി കലാവിഹ ഏവം പശ്യൻ കലേർദോഷാൻ പര്യടന്നവനീമഹം യാമുനം തടമാപന്നോ യത്ര ലീലാ ഹരേരഭൂൽ തത്രാശ്ചര്യം മയാ ദൃഷ്ടം ശ്രൂയതാം തന്മുനീശ്വരാ ഏകാതു തരുണീ തത്ര നിഷണ്ണാ ഖിന്നമാനസ വൃദ്ധൗ ദ്വൗ പതിതൗ പാർശ്വേ നിശ്വസന്താവചേതനൗ ശുശ്രൂഷന്തി പ്രബോധന്തി രുദതി ചാതയോ പുര ദശദിക്ഷു നിരീക്ഷന്തി രക്ഷിതാരം നിജം വപു വീജ്യമാനാ ശതസ്ത്രീഭിർബോധ്യമാനാ മുഹുർമുഹു ദൃഷ്ട്വാ ദൂരാദ്ഗതസോഹം കൗതുകേനാതദന്തികം മാം ദൃഷ്ട്വാ ചോത്ഥിതാ ബാലാ വിഹ്വലാ ചാബ്രവീദ്വച ബാലോ വാച
ഭോ ഭോ സാധോ ക്ഷണം തിഷ്ഠാമച്ചിന്താമപി നാശയ ദർശനം തവ ലോകസ്യ സർവഥാഘഹരം പരം ബഹുധാ തവ വാക്യേന ദുഃഖശാന്തിർഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേത് ഭൂരി ഭവതോ ദർശനം ദദാ. നാരദ ഉവാച കാസിത്വം കാവിമൗ ചേമാനാദ്യ കാ പത്മലോചനാ വദദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം. ബാലോ വാച അഹം ഭക്തിരിതിഖ്യാത യുമൗ മേ തനയൗ മതൗ ജ്ഞാനവൈരാഗ്യനാമാനൗ കാലയോഗേന ജർജരൗ ഗംഗാദ്യാ സരിതശ്ചേമാമത്സേവാർത്ഥം സമാഗതാ തഥാപി ന ച മേ ശ്രേയഃ സേവിതായാ സുരൈരപി. ഇദാനീം ശൃണുമദ്വാർത്താം സചിത്തസ്ത്വം തപോധന വാർത്താമേ വിതതാപ്യസ്തി താം ശ്രുത്വാ സുഖമാവഹ. ഉൽപ്പന്നാദ്രവിടേ സാഹം വൃദ്ധിം കർണാടകേ ഗതാ ക്വചിൽ ക്വചിൻ മഹാരാഷ്ട്രേ ഗുർജരേ ജീർണതാംഗത തത്ര ഘോരകലേര്യോഗാൽപാഖണ്ഡൈഃ ഖണ്ഡിതാംഗക ദുർബലാഹം ചിരഞ്യാത പുത്രാഭ്യാം സഹ മന്ദതാം വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സ്വരൂപിണീ ജാതാഹം യുവതീ സമ്യക് ശ്രേഷ്ഠരൂപാതു സാമ്പ്രതം. ഇമൗ തു ചൈതാവത്ര സുതൗ മേ ക്ലിശ്യതശ്രമാൽ ഇദം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യതേ മയാ ജരഠത്വം സമായാതൗ തേന ദുഃഖേന ദുഃഖിത സാഹം തു തരുണീ കസ്മാൽ സുതൗ വൃദ്ധാ വിമൗ കുത ത്രയാണാം സഹചാരിത്വാദ് വൈപരീത്യം കുതസ്ഥിതം ഘടതേ ജരഠാ മാതാ തരുണൗ തനയാവിതി അതശോചാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസാ വദയോഗനിധേ ധീമൻ കാരണം ചാത്ര കിം ഭവേൽ. നാരദ ഉവാച ജ്ഞാനേനാത്മനി പശ്യാമി സർവമേതത്തവാനഘേ ന വിഷാദസ്ത്വയാ കാര്യോ ഹരി സന്തേ കരിഷ്യതി. സൂത ഉവാച ക്ഷണമാത്രേണ തജ്ഞാത്വാ വാക്യമൂചേ മുനീശ്വര. നാരദ ഉവാച ശൃണുഷ്വാവഹിതാ ബാലേ യുഗോയം ദാരുണക്കലി തേന ലുപ്ത സദാചാരോ യോഗമാർഗസ്ഥപാംസി ച ജനാ അഘാസുരായന്തെ സാഠ്യ ദുഷ്കർമ്മകാരിണ ഇഹ സന്തോ വിഷീദന്തി പ്രഹൃഷ്യന്തി ഹ്യസാധവ ധത്തേ ധൈര്യം തു യോ ധീമാൻ സധീര പണ്ഡിതോധവ അസ്പൃശ്യാനവലോക്യേയം ശേഷഭാരകരീധര വരുഷേ വരുഷേ ക്രമാജ്ജാതാ മംഗളം നാപി ദൃശ്യത്തെ നത്വാമപി സുതൈഃ സാകം കോപി പശ്യതി സാമ്പ്രതം ഉപേക്ഷിതാനുരാഗാന്ധയർജർജരത്വേന സംസ്ഥിത വൃന്ദാവനസ്യ സംയോഗാൽ പുനസ്ത്വം തരുണീ നവാ ധന്യം വൃന്ദാവനം തേന ഭക്തിർനൃത്യതി യത്ര ച അത്രേമഗ്രാഹകാഭാവാന്ന ജരാമപി മുഞ്ചത കിഞ്ചിദാത്മസുഖേനേഹ പ്രസുപ്തിർമന്യതേനയോ. ഭക്തിരുവാച കഥം പരീക്ഷിതാ രാജ്ഞാ സ്ഥാപിതോ ഹ്യശുചിക്കലി പ്രവൃത്തേത കൊലൗ സർവസാര കുത്രഗതോ മഹാൻ കരുണാപരേണ ഹരിണാപ്യധർമ്മ കഥമീക്ഷ്യത്തെ ഇമം മേ സംശയം ഛിന്ധി ത്വദ്വാച സുഖിതാസ്മ്യഹം. നാരദ ഉവാച യതി പൃഷ്ടസ്ത്വയാ ബാലേ പ്രേമദ ശ്രവണം കുരു സർവം വക്ഷ്യാമി തേ ഭദ്രേ കശ്മലം തേ ഗമിഷ്യതി. യഥാ മുകുന്ദോ ഭഗവാൻ ക്ഷ്മാം ത്യക്ത്വാ സ്വപദം ഗതാ തദ്ദിനാൽ കലിരായാത സർവസാധനബാധക ദൃഷ്ടോ ദിഗ്വിജയേ രാജ്ഞാ ദീനവച്ഛരണം ഗതഃ നമയാ മാരണീയോയം സാരംഗൈവ സാരഭുക് യത്ഫലം നാസ്തി തപസാനയോഗേന സമാധിനാ തത്ഫലം ലഭതേ സമ്യക് കലൗ കേശവകീർത്തനാൽ. ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവൽ സാരനീരസം വിഷ്ണുരാധസ്ഥാപിതവാൻ കലിജാനാം സുഖായ ച കുകർമാചരണാൽ സാര സർവതോ നിർഗതോധുനാ പദാർത്ഥാ സംസ്ഥിതാ ഭൂമൗ ബീജഹീനാസ്തുഷായഥാ. വിപ്രൈർഭാഗവതീ വാർത്താ ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാ കണലോഭേന കഥാസാരസ്തതോ ഗതാ. അത്യുഗ്രഭൂരി കർമാണോ നാസ്തികാരൗരവാ ജനാ തേപി തിഷ്ഠന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തതോ ഗതാ. കാമക്രോധ മഹാലോഭതൃഷ്ണാ വ്യാകുലചേതസ തേപി തിഷ്ഠന്തി തപസീ തപസ്സാരസ്തതോ ഗതാ. മനസശ്ചാജയാൽ ലോഭാൽ ദംഭാൽ പാഖണ്ഡ സംശ്രയാൽ ശാസ്ത്രാനഭ്യസനാച്ചൈവ ധ്യാനയോഗഫലം ഗതം. പണ്ഡിതാസ്തു കളത്രേണ രമന്തേ മഹിഷ ഇവ പുത്രസ്യോൽപാദനേ ദക്ഷ അദക്ഷ മുക്തിസാധനേ നഹി വൈഷ്ണവതാ കുത്ര സമ്പ്രദായ പുരസ്സരാ. ഏവം പ്രളയതാം പ്രാപ്തോ വസ്തുസാരസ്ഥലേ സ്ഥലേ അയം തൂ യുഗധർമ്മോ ഹി വർത്തതേ കസ്യ ദൂഷണം അദസ്തു പുണ്ഡരീകാക്ഷ സഹതേ നികടേ സ്ഥിത. സൂത ഉവാച ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമം ഗതാ ഭക്തിരൂചേ വചോ ഭൂയ ശ്രൂയതാം തച്ച ശൗനക. ഭക്തിരുവാച സുരരിഷേ ത്വം ഹി ധന്യോസി മദ്ഭാഗ്യേന സമാഗത
സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. ജയതി ജഗതിമായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ. ധ്രുവപദമപി യാതോ യൽകൃപാതോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവത മാഹാത്മ്യേ ഭക്തിനാരദ സമാഗമോ നാമ പ്രഥമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഉച്ചത്തിൽ ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിക്കുക. അപ്പോഴാണ് നമ്മളൊന്നിലൊരു ഭാഗാവുക. നമ്മൾ ഒരുമിച്ച് നടത്തുകയാണ്, ഒറ്റയ്ക്കല്ല. അപ്പം ഏത് കാര്യവും ഒരുമിച്ച് വേണം. സഹന അവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ. ഒക്കെ നമ്മൾ ഒരുമിച്ചാണ്. നമ്മൾ ഒരുമിച്ച് കൂടി ഒരു യജ്ഞം. യജ്ഞം എന്ന് പറഞ്ഞാൽ തന്നെ സഹകരണം എന്നർത്ഥം. ഒരുമിച്ച് ചെയ്യുക. ഭാഗവത സപ്താഹം എന്ന് മാത്രമല്ലല്ലോ പറയണത്, അല്ലേ? ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ യജ്ഞം എന്ന് പറയണോ? യജ്ഞം എന്ന് പറഞ്ഞ അർത്ഥം സഹകരണം എന്നാണ്. ഒരുമിച്ച് കൂടി നല്ല പ്രവൃത്തി ചെയ്യുക, അതാണ് യജ്ഞം. അധികം നമ്മൾ ഒരുമിച്ച് കൂടി വേണ്ടാത്ത കാര്യങ്ങളാണ് അധികം ചെയ്യുക. ബസ്സിന് കലറിയാൻ പോകും, മുദ്രാവാക്യം വിളിക്കും, അത് ചെയ്യും, അടിപിടി കൂടും. സ്വതവേ അങ്ങനെയാണ് പതിവ്. പക്ഷേ അതുകൊണ്ടാണ് ഭാഗവത്തിൽ അവസാനം പറയണത് വാസോ ബഹൂനാം കലഹ എന്നാണ്. ആളുകൾ ഒരുമിച്ച് കൂടിയ കലഹമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കണം, ആരെപ്പോലെ? കുമാരിയുടെ വള പോലെ എന്ന് പറയും. പക്ഷെ ആധ്യാത്മിക കാര്യങ്ങളിൽ ഒരുമിച്ചാവാം, കുഴപ്പമില്ല. പക്ഷേ ഒറ്റയ്ക്ക് എന്നുള്ള വിചാരം ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ചുറ്റും നോക്കാതെ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഉച്ചത്തിൽ നാമം ജപിക്കുക. കാരണം ഭാഗവതം ഭക്തിസൂത്രവും ബ്രഹ്മസൂത്രവും ഒരുമിച്ചതാണെന്നാണ് പറയുക. ജന്മാദ്യസ്യ യഥാ എന്നുള്ളത് ആരംഭിച്ചു. അത് ബ്രഹ്മസൂത്രത്തിൽ രണ്ടാമത്തെ സൂത്രമാണ്. വേദാന്ത പ്രകരണ ഗ്രന്ഥമാണ് ബ്രഹ്മസൂത്രം. അതിലെ രണ്ടാമത്തെ സൂത്രമാണെന്ത്? ജന്മാദ്യസ്യ യതഃ. അങ്ങനെയാണ് ആരംഭിക്കുന്നത്. അവസാനത്തെ പ്രാർത്ഥന ഭവേ ഭവേ ആണ് ആരംഭിക്കുകയാണ്. അവസാനം നിർത്തുമ്പം ഭക്തി തന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് നിർത്തുന്നു. അതുകൊണ്ട് ആചാര്യന്മാരുടെ പക്ഷം ഇത് ബ്രഹ്മസൂത്രവും ഭക്തിസൂത്രവും കൂടി ഒരുമിപ്പിച്ചതാണ്. ജ്ഞാനവും ഭക്തിയും രണ്ടും വേണം. അപ്പോഴാണ് കാര്യം പൂർണ്ണമായിട്ട് തെളിയുക. ഭാഗവത്തിൻ്റെ മാഹാത്മ്യമാണെന്ന്. ഭാഗവത്തിൻ്റെ മാഹാത്മ്യം അല്ലെങ്കിൽ ഭഗവാന്റെ മഹിമയൊന്നും ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് പറയാൻ സാധിക്കുന്നതല്ല. അത് പറയാൻ അറിയൂല. നിശ്ചണ്ടെങ്കിലേ പറയാൻ സാധിക്കുള്ളൂ. ഭഗവാന്റെ മഹിമ എത്ര പേർക്ക് നിശ്ചണ്ട്? കൈബന്ധിക്കൂ. നിശ്ചണ്ടെന്ന് പറഞ്ഞവൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവും. ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് അറിയാം. കാരണം അങ്ങനെ പറയില്ല. 1000 നാവുള്ള അനന്തന് പോലും ഭഗവാന്റെ മഹിമ പാടി തീർക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് അല്പജ്ഞന്മാരായ നമ്മളിതിന് ശ്രമിക്കുന്നത്. സാധിക്കില്ല. പക്ഷേ എങ്കിലും പറയാനുള്ളൊരു ശ്രമം മാത്രം. അതുകൊണ്ട് എന്താ ലാഭം? പറയുന്ന ആൾക്കൊരു തൃപ്തി, സന്തോഷം ഉണ്ടാവും. കേൾക്കുന്നവരുടെ കാര്യം അറിയില്ല ആണ്. അവരവർ കേൾക്കുന്നവർ തീരുമാനിക്കുക, അത്രയേ ഉള്ളൂ. ഈ 7 ദിവസം ഞാനിത് പറയുമ്പോൾ എനിക്കെന്തുണ്ട്? ആ 7 ദിവസം ഒരു ഭാഗവത വിചാരം ഞാൻ ഉള്ളിൽ. അത്രയും നേരം ഞാൻ മൊബൈൽ നോക്കില്ല, അത്രയും നേരം ഞാൻ മറ്റ് വേണ്ടാത്ത വിഷയങ്ങൾ പറയില്ല. അത് വലിയ ലാഭമല്ലേ? അത് വലിയ ലാഭമാണ്. ആ ഒരു ലാഭം എനിക്കുണ്ട്. ഇതുപോലെ കേൾക്കുമ്പോൾ നമ്മളും അത്രയേ ഉള്ളൂ. അതല്ലാതെ ഈ പറഞ്ഞത് മുഴുവൻ, ഇതിലുള്ളത് മുഴുവൻ അങ്ങോട്ട് വ്യാഖ്യാനിക്കുക, അങ്ങനെയൊന്നൊരു ഭാവം ഇല്ല. അത് സാധിക്കുന്ന കാര്യവുമല്ല. ലേശങ്ങാനും പല പണ്ഡിതന്മാരും ആചാര്യന്മാരും അവരുടെ കാരുണ്യം കൊണ്ട് അവർ പറഞ്ഞു വെച്ചതൊക്കെ ലേശം അവിടെയും ഇവിടെയൊക്കെ കേട്ടിട്ട് തന്നെ ഇത്ര സമാധാനം ഉണ്ടെങ്കിൽ എന്നാണ്. ഒന്ന് കാര്യമായിട്ട് ഈ ഗ്രന്ഥം പഠിച്ചാൽ എത്ര കണ്ട് സമാധാനം ഉണ്ടാവും എന്നാണ്. നമ്മൾ കടൽ തീരത്തിരിക്കാറില്ലേ? ബീച്ചിലൊക്കെ പോയിട്ടിരിക്കും. കടൽ കണ്ടു എന്ന് പറയാറുമുണ്ട്. കണ്ടു? കടൽ കണ്ടു. എന്ത് കണ്ടു? ഒന്നും കണ്ടില്ല. കടലിൻ്റെ ആഴത്രേ പറയൂ, എവിടെ നിശ്ചണ്ടോ? എൻ്റെ കര കണ്ടു, ഒന്നും കണ്ടില്ല. കടലിലൊന്നും ഇറങ്ങിയിട്ട് പോലുമില്ല, എന്നാലും പറയും കടൽ കണ്ടുവരിക. അതാ കാറ്റൊന്ന് കൊണ്ടു, ഇത്രയേ ഉള്ളൂ, ഇത്ര തന്നെയേ ഉള്ളൂ. നമ്മളും പല ആചാര്യന്മാരുടെയും അനുഗ്രഹമാകുന്ന കാറ്റ്, കാരുണ്യമാകുന്ന കാറ്റൊന്ന് കൊണ്ടതുകൊണ്ട് ലേശമൊക്കെ ഒരു സന്തോഷം, തൃപ്തി, അത് അറിഞ്ഞതുപോലെ, പഠിച്ചതുപോലെ, മനസ്സിലാക്കിയതുപോലെ ബുദ്ധിക്കനുസരിച്ച് പറയാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് സന്തോഷിക്കണേ ഈ ഭാവത്തിൽ. എന്തിനു ഭാഗവതം കേൾക്കണമെന്ന് ചോദിച്ചാൽ പലതിനും വേണ്ടിയാണ്. പലതരത്തിലാണ് സപ്താഹം നടത്തുന്നത്. എന്തിനു ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോന്ന്, സംഘാടകർക്കൊന്ന് പറയാനുണ്ടാവും, ആചാര്യന്മാർക്കൊന്ന് പറയാനുണ്ടാവും, കേൾവിക്കാർക്കൊന്ന് പറയാനുണ്ടാവും. അങ്ങനെയാണ്. ശരിക്കും എന്താ മുഖ്യം? ഭാഗവതം കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം. ശുശ്രൂഷുഭിഹി തത്ക്ഷണാത്, ശ്രദ്ധിച്ച് കേൾക്കുക. അതിനു വേണ്ടിയാണ്. എന്തിനു കേൾക്കണം? പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരാണ് അധികം പേരും. ഇവിടെ ആർക്കും ദുഃഖമില്ല, ഒരു പ്രയാസവും ഇല്ല, എല്ലാവരും തൃപ്തരായിട്ട് കഴിയുന്നു എങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ വേദാന്തം വേണോ?
ഗ്രന്ഥങ്ങൾ വേണോ, ശാസ്ത്രങ്ങൾ വേണോ, ഈശ്വരം വേണോ? ഒന്നും വേണ്ട. പ്രശ്നങ്ങളുണ്ടെന്നുള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ ആവശ്യം. ഇതൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ എന്തിനാ ഭാഗവതം? നമുക്ക് ദുഃഖം മാത്രമല്ല വിഷയം, സുഖം കൊണ്ടുള്ള പ്രയാസങ്ങളും ഉണ്ടല്ലോ. ആണ് ചിലർ ചോദിക്കും, ധാർമ്മികരായിട്ട് കഴിഞ്ഞാൽ പോരെ? മതി. എന്നും അങ്ങനെ കഴിയുന്ന ഉറപ്പുണ്ടോ? അതാ ചോദ്യം. ഇപ്പം ധാർമ്മികനായിട്ട് ജീവിക്കുന്നു, നാളെ അങ്ങനെ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടോ? ഈ സ്വഭാവത്തിന് വല്ല മാറ്റം വരില്ല എന്ന് ഉറപ്പുണ്ടോ? അതൊന്നും ഉറപ്പില്ല. ഇന്ന് ഈശ്വരൻ ഉണ്ട് പറഞ്ഞ ആൾ നാളെ ഇല്ല പറയണവരുണ്ട്. എത്ര നമ്മളെന്നെ കാണുന്നുണ്ട്. പണ്ട് പറഞ്ഞ പ്രഭാഷണമൊക്കെ മാറ്റി പറയണവരില്ലേ? അങ്ങനെ പറയണവരുണ്ട്. പലതരക്കാർ ഈ ലോകത്തുണ്ട്. മാറിക്കൊണ്ടിരിക്കും. മനുഷ്യനങ്ങനെയാണ്. അതുകൊണ്ട് സദാചാരവും ധർമ്മനിഷ്ഠയും മാത്രം മതിയോ ചോദിച്ചാൽ കുറേ പ്രശ്നങ്ങൾക്കത് മതി. ഇന്ന് ലോകത്തിൻ്റെ വലിയ പ്രശ്നം സ്നേഹമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല ദുരിതങ്ങളും പ്രയാസങ്ങളും. അത് മാറാൻ സ്നേഹിച്ചാൽ മതി. സ്നേഹം കൊണ്ട് വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അത് മാറാനോ? അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരാണ് അധികം ഭാഗവതം കേൾക്കാൻ വരുന്നവർ. അവർക്ക് ആരോടും വിദ്വേഷമൊന്നുമില്ല. പിന്നെ മക്കളോട് സ്നേഹം, മകൻ്റെ കാര്യം, കല്യാണം കഴിഞ്ഞ് കുറേ ആയി തിരുമേനി എന്തെങ്കിലും ഉണ്ടോ? സ്നേഹം കൊണ്ട് പറ്റുന്ന പ്രശ്നമാണത്. മക്കളോടുള്ള സ്നേഹം കൊണ്ട് വരുന്ന മകന് അസുഖം, ഭർത്താവിന് അസുഖം, എന്തു ചെയ്യും? അത് മാറാൻ സ്നേഹിച്ചുകൊണ്ട് കാര്യമുണ്ടോ? സ്നേഹം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഈ പ്രശ്നം. അത് മാറാൻ എന്തു ചെയ്യും? വേറൊരു വഴിയില്ല. ആത്മജ്ഞാനം മാത്രമേ വഴിയുള്ളൂ. അതാണ് തത്വങ്ങൾ ഗ്രഹിക്കലല്ലാതെ ദുഃഖം നീങ്ങാൻ വേറൊരു വഴിയില്ല. അതാണ് സത്യം. അതെന്നല്ലെങ്കിൽ നാളെ അത് അറിയാൻ ശ്രമിക്കുക. അതിനുള്ള ഉപകരണമാണ് ഈ ശരീരം. അതൊരു ഉപകരണമാണ്. ആ ഉപകരണം വീണ് പോകുന്നതിൻ്റെ മുമ്പ് ആണ്. ആ ഉപകരണം ഭഗവാൻ തിരിച്ചു വാങ്ങുന്നതിൻ്റെ മുമ്പ് ഇത് ഉപയോഗിച്ചോളുക. നമ്മൾ ഫ്രഷാക്കി വെച്ചത് അതുവരെ ഉപയോഗിച്ചില്ല. അതങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കുക. അതല്ല, എന്ത് കിട്ടിയാലും നമ്മൾ മുതലാക്കുമല്ലോ അല്ലേ? വാടകയ്ക്ക് എടുത്താൽ നമ്മളത് മുതലാക്കുക. ആവശ്യമില്ലെങ്കിൽ ജനറേറ്റർ ഇടും. ആണ്. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, കറണ്ട് ഉണ്ടല്ലോ, എന്തായാലും വാടക കൊടുക്കണം, തിരുമേനി ഓടട്ടെ. ആണ്. ഇങ്ങനൊരു ഉപകരണം കിട്ടിയിട്ട് അത് വേണ്ടതുപോലെ ചിലവാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അവിടെ മാത്രമാണ് നമ്മൾ വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല. ഈ സംസാരമാകുന്ന സാഗരം ആണ്. എന്ത് വേണമെങ്കിലും പറയാം. സംസാരമാകുന്ന കാടെന്നോ സംസാരമാകുന്ന വൃക്ഷമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇത് സാഗരമായിട്ട് ഭൂമിക്കുകയാണെങ്കിൽ ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ പ്രയാസം തന്നെയാണ്. ആർക്ക് പ്രയാസം? സാഗരം ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലേ? സാഗരം ഇഷ്ടപ്പെടുന്നവരുണ്ട്. നീന്താൻ നല്ലവണ്ണം പഠിച്ചവർക്ക് വലിയ ഇഷ്ടമാണ്. അവർ കടലിലേക്ക് പോവും. അവർ നല്ലവണ്ണം ആ തിരമാല കണ്ട് ആസ്വദിക്കും. തിരമാല ഉള്ളിലൂടെ ഊളിട്ട് സഞ്ചരിക്കും. തിരമാലയൊക്കെ കണ്ട അത്യുത്സാഹം, വലിയ സന്തോഷമാണ്. എന്താ കാരണം? നല്ലവണ്ണം നീന്താൻ അറിയാമെന്നുള്ളത് കൊണ്ടാണ്. നീന്താൻ അറിയാത്ത നമ്മളെപ്പോലുള്ളവർക്കാണ് കടൽ കാണുമ്പോൾ പേടിയാവുന്നത്. ആണ്. കാരണം നീന്താനൊന്നും അറിയില്ല. ഭാഗവതം പഠിക്കുക പറഞ്ഞാൽ നീന്താൻ പഠിക്കുക. എവിടെ നീന്താൻ? ഈ സംസാരമാകുന്ന സാഗരത്തിൽ നീന്താൻ പഠിക്കുകയാണ്. 7 ദിവസം നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പുറമേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പേടിക്കാനില്ല. കാരണം എന്താ? നീന്താൻ അറിയാം. പിന്നെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഒരു ചലഞ്ചാണ്. അതിനെ അതിജീവിക്കുക. രോഗങ്ങൾ വന്നു, മക്കൾ പറഞ്ഞാൽ കേൾക്കില്ല, ആയിക്കോട്ടെ, അതിനൊക്കെ അങ്ങനെ അതിജീവിക്കുക ആണ്. സമ്പത്ത് നഷ്ടപ്പെട്ടു, ശരീരത്തിന് പല പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പം അതിനെ തരണം ചെയ്യാനുള്ളൊരു ശക്തി ആണ്, അത് ലഭിക്കും. ഇന്ന് ലോകത്തിൻ്റെ പ്രശ്നം അതില്ലാത്തതാണ്. വേറൊന്നുമല്ല പ്രശ്നം. കഴിവില്ലാത്തവരൊന്നുമല്ല. പഠിപ്പില്ലാത്തവരാ? നല്ല പഠിപ്പ്, വകതിരിവില്ല, അത്രയേ ഉള്ളൂ. പഠിപ്പൊക്കെ ഉണ്ട്. ഒരു കുടുംബം നന്നായി നയിക്കാനുള്ള ശേഷി ഇല്ല. അവിടെ സമാധാനമില്ല. ആഴ്ചയിൽ പോവുക കൗൺസിലിങ്ങിന്, എല്ലാ ശനിയാഴ്ചയും പോകും. കാരണം വീട്ടിൽ സമാധാനമില്ല. കാശ് കൊടുത്താൽ സമാധാനം കിട്ടുമോ? അത് കിട്ടൂല. അങ്ങനെയാണെങ്കിൽ കാശ് മതിയായിരുന്നു. വലിയ വലിയ കാശുള്ളവർ പോലും ഏതെങ്കിലും സപ്താഹം കേട്ടിരിക്കുന്നുണ്ടാവും. അതാണ് കാരണം അവിടെ മാത്രമേ എന്തുള്ളൂ? സമാധാനമുള്ളൂ, ശാന്തിയുള്ളൂ. അതാണ് സത്യം. അത് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഭാഗവതം. ഇതിൽ കേട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാണ് കേൾക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാഭിമാനം ഉണ്ടാവും. ആചാരങ്ങളോടൊക്കെ ശ്രദ്ധ ഉണ്ടാവും. ശാസ്ത്രങ്ങളോടുള്ള പുച്ഛം ഇല്ലാണ്ടാവും. ഭാഗവതത്തിലെ ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമുക്കൊരു ശ്രദ്ധയെ അറിയുള്ളൂ, അറ്റൻഷൻ എന്നാണ്. സായിപ്പിൻ്റെ ശ്രദ്ധ മാത്രമേ നമുക്കറിയുള്ളൂ. അതല്ല, ഗുരുവിലും ശാസ്ത്രത്തിലുള്ള വിശ്വാസം, അടിയുറച്ച വിശ്വാസമാണ് ശ്രദ്ധ. ഭാഗവതം മനസ്സിലാക്കാൻ, ഏത് ശാസ്ത്രവും മനസ്സിലാക്കാൻ ബുദ്ധിയല്ല വേണ്ടത്. ഇന്നിപ്പോൾ ബുദ്ധിയുള്ളവർ ധാരാളമുണ്ട്. ബുദ്ധി കൊണ്ട് ഭഗവാനെ കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഗീതയിൽ ഭഗവാൻ അർജുനോട് പറയായിരുന്നു, ബുദ്ധിമാൻ ലഭതേ ജ്ഞാനെന്ന് പറയായിരുന്നു. അങ്ങനെ പറഞ്ഞില്ല. എന്ത് പറഞ്ഞു? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ബുദ്ധിയല്ല വേണ്ടത്. ബുദ്ധി കൊണ്ട് നമുക്ക് ഒന്നാം റാങ്ക് വാങ്ങാം, അങ്ങനെയൊക്കെ കേമനായിട്ടിരിക്കുക, സർട്ടിഫിക്കറ്റ് വാങ്ങാമെന്നല്ലാതെ ഈശ്വരനെ ലഭിക്കില്ല. അങ്ങനെ വേണമെങ്കിൽ, തൃപ്തി വേണമെങ്കിൽ, സന്തോഷം ഉണ്ടാവണമെങ്കിൽ, കൃതാർത്ഥനാവണമെങ്കിൽ എന്ത് വേണം? ശ്രദ്ധ വേണം. ശ്രദ്ധ കൊണ്ട് മാത്രമേ ജ്ഞാനം ഉണ്ടാവുള്ളൂ. ആ ശ്രദ്ധ ഉണ്ടാക്കാനാണ് മാഹാത്മ്യം. ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. എന്തിനാ മാഹാത്മ്യം? നാളെ മുതൽ കേൾക്കാൻ പോകുന്ന ഗ്രന്ഥത്തിന് ഒരു വിശ്വാസവും ശ്രദ്ധയും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മാഹാത്മ്യം.
ഒരു ദിശാബോധം ആണ്. ഓരോ സമയത്ത് എങ്ങനെ പെരുമാറണം എന്നൊക്കെ അറിയാൻ സാധിക്കും. ഇത് ശ്രദ്ധിച്ചാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ ഭീരുക്കളാവില്ല. ഇന്ന് നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും പ്രതിസന്ധികളും പ്രയാസവും വരുമ്പോഴേക്കും പിടിച്ചു നിൽക്കാൻ പറ്റാതെ പലരും ഗുളിക കഴിച്ചിട്ട് ഉറങ്ങാറന്നെ അല്ലേ. ഇന്ന് കൂടുതലും കേൾക്കുന്ന വാക്കൻ എന്താ? സ്ട്രെസ്ഡ്, ഡിപ്രസ്ഡ്, വെൽ ഡ്രസ്ഡ് ആണ്. നമ്മളെ ആകെ പ്രശ്നമാണ്, മൊത്തം ബുദ്ധിമുട്ട്. എന്നാലും ഉടുത്തൊരുങ്ങി ചിരിച്ചിങ്ങനെ നടക്കുന്നേ ഉള്ളൂ. ഉള്ളിലൊക്കെ വിഷമം തന്നെയാണ്. ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ എന്തോ 10 ചാക്ക് സിമൻറ്റ് തലയിൽ വെച്ചതുപോലെ എല്ലാവരും ഇരിക്കുന്നത്. അത്രയൊന്നും ദുഃഖിക്കാനില്ല, എന്നാൽ പോലും പല പ്രശ്നങ്ങളും. ചോദിച്ച ദുഃഖങ്ങൾ അനവധി പറയാനുണ്ടാവും. ഈ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും ഈ ഗ്രന്ഥം ശ്രദ്ധിച്ച് കേട്ടാൽ. അതിന് സംശയമില്ല. ഭാഗവതം കേൾക്കുന്നവർക്ക് ഇത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പലതര ദുഃഖം അനുഭവിക്കുന്ന നമ്മളെയൊക്കെ ആശ്വസിപ്പിക്കാനുള്ളൊരു കഴിവ് ഈ ഒരു ഗ്രന്ഥത്തിനുണ്ട്. ഇത് വേദസാരമാണ്. വേദം എങ്ങനെ ഈ ഗ്രന്ഥരൂപത്തിലായി ആണ്. മനുഷ്യർ മറ്റുള്ള ജന്തുക്കളിൽ നിന്ന് ലേശൊരു വ്യത്യാസം ആർക്കേണ്ട മനുഷ്യനുണ്ട് ആണ്. കുറച്ച് വിവരം ഉണ്ടെന്നാണ് പറയണത് ആണ്. പക്ഷെ ഇപ്പോഴുള്ള കാണുമ്പോൾ അങ്ങനെ തോന്നണമൊന്നുമില്ല. എന്നാലും അങ്ങനെയാ പറയുക, കുറച്ചൊരു വിവരം ഉണ്ട്, വിവേകം. അങ്ങനെ മനുഷ്യൻ തനിക്ക് വേണ്ടതൊക്കെ സ്വയം സമ്പാദിക്കാൻ തുടങ്ങി. അതാണ് ആഹാരം വേണം, കൃഷി ചെയ്യാൻ തുടങ്ങി. മറ്റു ജന്തുക്കളൊന്നും അങ്ങനെ ചെയ്യണില്ല. ഉണ്ടോ? അവർക്ക് വേണ്ട ആഹാരം അതുണ്ടല്ലോ. അതാണ് നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതുകൊണ്ട് മാത്രം സന്തോഷിക്കാൻ മനുഷ്യന് പറ്റണില്ല. കാരണം വിശപ്പ് മാറിയാൽ മാത്രം പോരാ, ചില വിനോദങ്ങളൊക്കെ വേണം തോന്നി. അങ്ങനെയാണ് കലകളൊക്കെ ഉണ്ടായത്. നൃത്തം, ചിലർക്ക് ഗീതം, ഇങ്ങനെ പലതരത്തിലുള്ള കലാരൂപങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും തൽക്കാലം സന്തോഷമായിട്ടിരിക്കാൻ പറ്റണുള്ളൂ. ഇതാണ് അത്രേ പറ്റുള്ളൂ. സീരിയൽ കാണുമ്പോൾ 1/2 മണിക്കൂറല്ലേ പറ്റണുള്ളൂ. കറണ്ട് പോയാൽ പോയില്ലേ, പഴയ ദുഃഖം വീണ്ടും വന്നില്ലേ? അതാ പ്രശ്നം. എന്നേക്കുമായിട്ട് സുഖമായിട്ടിരിക്കാൻ പറ്റണില്ലേ. തൽക്കാലം സുഖമായിട്ടിരിക്കാൻ പല വിദ്യകളുണ്ട്. അത് ചിലത് കുടിച്ചാൽ മതി, ചിലത് കഴിച്ചാൽ മതി, അങ്ങനെയൊക്കെ പറയും. പക്ഷെ തൽക്കാലല്ലേ പറ്റുള്ളൂ. അത് പോയാൽ വീണ്ടും വരണില്ലേ. എന്നേക്കുമായിട്ട് ദുഃഖം നീങ്ങാൻ എന്ത് വേണം എന്ന് അവരങ്ങനെ അന്വേഷിച്ചു. അങ്ങനെ അവർ പുറമേക്ക് നോക്കുന്നത് നിർത്തി അകത്തേക്ക് നോക്കിയെന്നാണ്. അങ്ങനെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചപ്പം അവരുള്ളിൽ തത്വം പ്രകാശിച്ചു. അത് കേവലം ഇവിടെ മാത്രമല്ല, ലോകത്ത് പല ദിക്കിലും അങ്ങനെ ജ്ഞാനികളുണ്ട്, ഋഷീശ്വരന്മാരുണ്ട്. പക്ഷെ അത് കൂടുതലും ഉള്ളത് ഈ ഭാരതത്തിലാണ്, ഈ പുണ്യഭൂമിയിലാണ്. അത് അവർ എഴുതി വെച്ചു. അതാണ് വേദം. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഗ്രന്ഥം അതാണ്. ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥമായിട്ട് പറയുന്നത് ഋഗ്വേദമാണ്. അത് ഗ്രന്ഥരൂപത്തിലായിട്ട് തന്നെ 10,000-കണക്കിന് വർഷത്തെ പഴക്കമുണ്ടെന്നാണ്. അതിൻ്റെ മുമ്പ് അത് ഹൃദയത്തിലുണ്ട് ഋഷീശ്വരന്മാരുടെ. അതിൻ്റെ പഴക്കം പറയാൻ സാധിക്കില്ല. അതാണ് നമ്മുടെ അടിസ്ഥാനം വേദം. പക്ഷെ ആ വേദം സാധാരണക്കാർക്ക് മനസ്സിലാവൽ ലേശം പ്രയാസ. അത് പഠിച്ചാൽ മതി, വ്യക്തമായിട്ട് അറിഞ്ഞാൽ മതി, എല്ലാം തീരും, ദുഃഖങ്ങളൊക്കെ തീരും. പക്ഷേ അത് ഗ്രഹിക്കാനുള്ള ശക്തി നമുക്ക് വേണ്ടേ, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ. നല്ല വിവേകമുള്ളവനാണെങ്കിൽ വിത്ത് കിട്ടിയാൽ കൊണ്ടുപോകും. ഇവിടുന്ന് ഇപ്പോൾ എല്ലാവർക്കും മാങ്ങയുടെ അണ്ടി തന്നു വെച്ചാൽ കൊണ്ടുപോവുക. വല്ലാത്തൊരാചാര്യൻ അല്ലേ, വല്ലാത്ത കഷ്ടം തന്നെ എന്നാ പറയുക. അതാണ്. പക്ഷെ അത് മതി. നല്ല മാങ്ങയുടെ വിത്താണെങ്കിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ നമുക്ക് മാങ്ങ കിട്ടി നമുക്കേ കഴിക്കാൻ പറ്റുള്ളൂ. വിത്ത് കിട്ടിയാൽ ഇനിയുള്ള കുടുംബത്തിന് മുഴുവൻ സുഖമായിട്ട് കഴിയാം. മാങ്ങയുടെ കുരുവാണ്, അണ്ടിയാണ് ഭാഗവതം വേദമെന്ന് വിചാരിക്കൂ. പക്ഷെ അങ്ങനെ കിട്ടിയാൽ അധികം പേര് സ്വീകരിക്കില്ല. ജ്ഞാനികൾ, അത്രയ്ക്കും വിവേകമുള്ളവർ, അത്രയ്ക്കും സൂക്ഷ്മ ബുദ്ധിയുള്ളവർ സ്വീകരിക്കും വേദം. പക്ഷെ അല്പജ്ഞരായ നമുക്കത് തൃപ്തിയാവില്ല. അതുകൊണ്ട് ആചാര്യന്മാരൊരു സൂത്രം ചെയ്തു. കഴമ്പിൻ്റെ ഉള്ളിൽ അണ്ടി വെച്ചു. അതാണ് മാങ്ങ. മാങ്ങയുടെ തന്നാൽ കിട്ടും. മധുരമായ കഴമ്പിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു? ഈ അണ്ടിയെ ഒളിപ്പിച്ചു വെച്ചു. മാങ്ങ കൊണ്ടുപോകുമ്പോൾ കൂട്ടത്തിൽ എന്തും കൊണ്ടുപോകും, നമ്മളറിയാതെ അണ്ടി കൊണ്ടുപോകും. ഭാഗവതം നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ കൂടെ എന്ത് കൊണ്ടുപോയി? നിങ്ങൾ അറിയാതെ വേദം കൊണ്ടുപോവുകയാണ്. അതിലുള്ളത് എന്താ? വേദമാണ്. ആ വിത്ത് നമ്മൾ കൊണ്ടുപോയി അതിൻ്റെ ഫലം അത് തന്നോളും. നമ്മൾ അറിയാതെ തന്നെ. അതാണ് കഥാരൂപത്തിൽ ഭക്തിയാകുന്ന കഴമ്പിൻ്റെ ഉള്ളിലെന്താ? ജ്ഞാനമാകുന്ന വേദം ആണ്. അതാണ് ഉള്ളിൽ വെച്ചത്. അത് കൊടുക്കണമെങ്കിൽ അണ്ടിയോടുകൂടി കൊടുത്താൽ നമ്മൾ വാങ്ങില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? മാമ്പഴമായിട്ട് അങ്ങനെ തരികയാണ്. അത് നമ്മൾ കൊണ്ടുപോകുമ്പോൾ കൂട്ടത്തിൽ ജ്ഞാനം, അറിവ്, വേദത്തെ കൊണ്ടുപോവുകയാണ്. ആ ഭാഗത്തിനാണ് മധുരമായ കഥകളിലൂടെ, ഉപദേശങ്ങളിലൂടെ, ഭക്തിയിലൂടെ ജ്ഞാനം, വേദത്തെ അവതരിപ്പിക്കുക. അതാണ് ഭാഗവതം ചെയ്യുന്നത്. മറ്റു പല ഗ്രന്ഥങ്ങളും രചിച്ചിട്ട് തൃപ്തി വരാതെയാണ് ആര് രചിക്കുന്നത്? വ്യാസർ ഭാഗവതം രചിക്കണമെന്നാണ് പറയുക. അനവധി ഗ്രന്ഥങ്ങൾ രചിച്ചു, എന്നിട്ടൊന്നും തൃപ്തി വന്നില്ല. ഇതുപോലെ ചോദിച്ചാൽ കുറേ വിഭവങ്ങൾ കഴിച്ച് അവസാനമാണ് പായസം വിളമ്പുക. എന്താണ്? പുളിയിഞ്ചി ഉണ്ടാവും, ഉപ്പിലിട്ടതുണ്ടാവും, ഒക്കെ കഴിച്ച് അവസാനം പായസം കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ രുചി ഉണ്ടാവുക. കാരണം രുചിയുള്ള ഉപ്പും എരിവും പുളിയും ഒക്കെ കഴിച്ച് ശീലമുള്ള നാവിന് മാത്രമേ മധുരം കിട്ടിയാൽ ആസ്വദിക്കാൻ സാധിക്കുള്ളൂ ആണ്.
കുറേ ദുഃഖം അനുഭവിച്ചവർക്കേ ഭാഗവതം മനസ്സിലാവുള്ളൂ. എന്താണ്? ചിലർ പറയല്ലോ ഭാഗവതം മനസ്സിലാവില്ല, ദുഃഖം അനുഭവിക്കാത്തതുകൊണ്ടാണ്. ഇപ്പം അനുഭവിച്ചൊന്നും പോരാ, കുറച്ചധികം അനുഭവിച്ചാൽ തത്വങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പലതും ചെയ്ത് തൃപ്തി വരാതിരിക്കുന്നവരാണ് ഭാഗവതം കേൾക്കേണ്ടത് എന്നാണ്. അല്ലാതെ എല്ലാവരും വിളിച്ച് ഇവിടെ കൊണ്ടിരുത്തരുത് എന്നാണ്. ഇപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുക വെച്ചാൽ അങ്ങനെ ഇരിക്കട്ടെ, എന്തിനാ അവരെ സ്വസ്ഥത ഇല്ലാണ്ടിയാക്കണോ? ഇപ്പോൾ അവർ തൃപ്തരാണ്, ഓ അങ്ങനെ പോട്ടെ, ജോലിയിൽ തൃപ്തരാണ്, കല്യാണം കഴിച്ചു തൃപ്തരാണ്, കുട്ടി ഉണ്ടായി തൃപ്തരാണ്, അങ്ങനെ പോട്ടെ എന്ന് അവർ ഭാഗവതം കേൾക്കണില്ല. തിരുമേനി വേണ്ട, എന്തിനിപ്പോൾ ഭാഗവതം തൃപ്തിയായിട്ട് സുഖമായിട്ടിരിക്കാനല്ലത് കേൾക്കണത്. അവരിപ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ നിർബന്ധിക്കണോ? കുറച്ചുകൂടിയും കഴിഞ്ഞ് അവർക്കിത് പോരാന്ന് തോന്നുമ്പം അവരും വന്നിരിക്കും എന്നാണ്. നമ്മളെപ്പോഴും വന്നിരുന്നു, എപ്പോഴും വന്ന് പറ്റിട്ടത് ഭാഗവതത്തിലേക്കാണ് ഒന്നുമല്ല, പലതിൻ്റെയും പിന്നാലെ പോയി അധികം ഒരു 60 കഴിഞ്ഞവരാ വന്നിരിക്കുക. എന്താ കാരണം ചോദിച്ചാൽ പലതും പരീക്ഷിച്ചു. എന്താണ്? സുഖമായിട്ടിരിക്കാൻ പലതും പരീക്ഷിച്ചു. കുട്ടിക്കാലത്ത് വിചാരിച്ചു മാർക്ക് കിട്ടിയാൽ മതി എന്ന്. കിട്ടി, തൃപ്തിയായോ? ഇല്ല. അപ്പം ജോലി കിട്ടിയാൽ തൃപ്തിയാവുന്ന, ജോലി കിട്ടി എന്നിട്ടോ തൃപ്തിയായോ? ഇല്ല. പ്രമോഷനായി തൃപ്തിയായോ? ഇല്ല. ശമ്പളം കുറേ കൂടി എന്നിട്ട് തൃപ്തിയായോ? ഇല്ല. കല്യാണം കഴിഞ്ഞാൽ തൃപ്തിയാവുമെന്ന് വിചാരിച്ചു, കല്യാണം കഴിഞ്ഞു തൃപ്തിയായോ? ഇല്ല. അപ്പോൾ കുഞ്ഞിക്കാല് കാണാനായിട്ടാണ് വിചാരിച്ചു, അത് കണ്ടു തൃപ്തിയായോ? ഇല്ല. പിന്നെ അവരുടെ പഠിപ്പ് അതും കഴിഞ്ഞു തൃപ്തിയായില്ല. അവരുടെ കല്യാണം അതും കഴിഞ്ഞപ്പം മനസ്സിലായി ഇതുകൊണ്ടൊന്നും. അപ്പോഴേക്ക് 60 വയസ്സ് കഴിഞ്ഞു. ഇനി എന്നാ സപ്താഹം കേട്ടു നോക്കുക. ഇനിയാണ് ഭാഗവതം. അതാണ് അങ്ങനെ അങ്ങനെ ശ്രമിച്ച്, ഒന്നെങ്കിൽ അങ്ങനെ ശ്രമിച്ച് പരാജയപ്പെടണം, അതല്ലെങ്കിൽ ചെറുപ്പത്തിൽ എന്ത് ചെയ്യണം? തീവ്രമായ ദുഃഖം അനുഭവിക്കണം. അതല്ലെങ്കിലോ ഇങ്ങനെ ദുഃഖം അനുഭവിച്ചവരുടെ കഥ കേട്ടാൽ മതി, പരീക്ഷത്തിൻ്റെ കഥ കേട്ടാൽ മതി എന്നാണ്. ദുഃഖാന്യാലോക്യ ജന്തുഷു അലമുദിത വിവേക. വൈപ്പത്തൂർ പറയും, ഒന്നെങ്കിൽ സ്വയം ദുഃഖം അനുഭവിക്കുക, അങ്ങനെ പ്രാർത്ഥിക്കണ്ട, ദുഃഖം വേണമെന്നൊന്നും പ്രാർത്ഥിക്കണ്ട, ദുഃഖിക്കുന്നവരെ കണ്ടൊന്ന് പഠിച്ചുകൂടെ? നമ്മളെന്നൊക്കെ പരീക്ഷിച്ചറിയണമെന്നുണ്ടോ? ദുഃഖിക്കുന്നവരെ കണ്ടിട്ട് മനസ്സിലായിക്കൂടെ? അങ്ങനെയും ശ്രമിക്കാം, അതാണ് വേണ്ടത്. അതിനാണ് അനവധി ഉപദേശങ്ങൾ, അനവധി കഥകൾ, എത്ര കഥകൾ ഭാഗവതത്തിലുണ്ട്, എത്ര സംവാദങ്ങൾ. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സംശയങ്ങളാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്, അതിനുള്ള ഉത്തരമാണ് ഗുരുനാഥൻ പറയണത്. ചിലർ ചോദിക്കും പഠിപ്പ് മാത്രം പോരെ, ഭൗതികമായിട്ടുള്ള അറിവ് മാത്രം പോരെ, ഇങ്ങനെയുള്ള ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. എവിടെ ആവശ്യം? ദുഃഖം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ട് ആണ്. അതേതുപോലെ ചോദിച്ചാൽ പക്ഷിക്ക് പറക്കാൻ ഒരു ചിറക് പോരെ ചോദിക്കുന്ന പോലെയാണ്. ഒരു ചിറക് മതിയോ? ഭൗതികമായിട്ടുള്ള അറിവ് വേണം ഈ ലോകത്ത് നിൽക്കാൻ. പേപ്പറൊക്കെ വായിക്കണം, കുറേശ്ശെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, പക്ഷെ അത് മാത്രം പോരാ. 2 ചിറകുണ്ടെങ്കിൽ നമുക്ക് പറക്കാൻ പറ്റുള്ളൂ. അതുപോലെയാണ് സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ ഭൗതികമായിട്ടുള്ള അറിവ് മാത്രം പോരാ. വളരെ വൃത്തിയിൽ ശാന്തമായിട്ട് കുടുംബജീവിതം നയിക്കാൻ പോലും എന്ത് വേണം? ആധ്യാത്മിക വിദ്യ വേണം, ഇല്ലെങ്കിൽ പറ്റില്ല എന്നാണ്. അതുകൊണ്ട് ഒരു ചിറക് മാത്രം പോരാ, 2 ചിറകും ആവശ്യമാണ് പറക്കാൻ. ആധ്യാത്മിക വിദ്യയും വേണം, ഭൗതിക വിദ്യയും വേണം. ഇതാണ് നമ്മളും മക്കൾക്ക് കൊടുക്കേണ്ടത്. ഇതാണ്. പഠിപ്പ് മാത്രമല്ല വേണം, പഠിപ്പ് വേണ്ടാന്നല്ല, കൂട്ടത്തിൽ ഈ ഒരു പഠിപ്പും കൊടുക്കാൻ ശ്രമിക്കണം. അതാണ് ഈ വക സത്സംഗങ്ങളിലൂടെ സംഭവിക്കുന്നത്. അതാണ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ പ്രാധാന്യം. വേദത്തിൽ പറഞ്ഞ കാര്യം തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധം ലളിതമായിട്ട് വർണ്ണിക്കുക. ഇതുപോലെ ചോദിച്ചാൽ എളുപ്പം പറഞ്ഞാൽ കരിമ്പ് ജ്യൂസും പോലെ. കരിമ്പാണ് വേദമൊന്ന് കൂട്ടിക്കോളൂ, പറ്റുമോ? അപ്പം അല്ലൊക്കെ പോയി ആണ്, ഒക്കെ വെപ്പുമല്ല, അത് വെച്ച് കരിമ്പ് എങ്ങനെ കടിക്കും? അത് കിട്ടിയാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും, അവിടെ എത്തിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം വിചാരിക്കും. നേരെ മറിച്ച് ജ്യൂസാ തരുന്നതെങ്കിലോ കുട്ടികൾക്ക് നമുക്ക് നാളെ കൊടുക്കാം, ഇപ്പം തന്നെ കത്താക്കും. എന്താ കാരണം? ജ്യൂസായതുകൊണ്ടാണ്. കാരണം അത് കുടിക്കാൻ പല്ല് വേണ്ട. വേദം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധി ആവശ്യമാണ്. അല്പബുദ്ധികളാണത് പഠിക്കണതെങ്കിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഭാഗവതമാകുമ്പം അങ്ങനെ തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാവില്ല. സ്വസ്ഥമായിട്ടിരുന്ന് പിബത ഭാഗവതം രസം മാലയം മുഹുരഹോ രസികാഹ ഭുവി ഭാവുകാഹ. അല്ലെങ്കിൽ രസികന്മാരെ നിങ്ങൾ ആസ്വദിച്ച് കുടിക്കൂ. നമ്മൾ ദുഃഖം തീരണമെങ്കിൽ എന്താ വഴി ചോദിച്ചാൽ ഇത് കുടിക്കല്ലാണ്ട് വേറെ വഴിയില്ല. ഈ ടോണിക് ആണ് ദുഃഖം നീങ്ങാനുള്ള ഒരു ഔഷധമാണ് ഈ ഭാഗവതം. കാശ് നമുക്കില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കാശുള്ള ആളെ പോയി ആശ്രയിക്കണം. കാശുള്ള ആളായതുകൊണ്ട് കാര്യം, തരാനുള്ള മനസ്സും വേണം. കാശുള്ള ആളെ പോയിട്ട് ആശ്രയിച്ചിട്ട് എന്താ കാര്യം? കാരുണ്യം വേണം. ഇതാണ് നമുക്ക് ദുഃഖം നീങ്ങാൻ ആവശ്യമെങ്കിൽ ആരെ ആശ്രയിക്കണം? സുഖം അനുഭവിക്കുന്ന ആളെ പോയി ആശ്രയിക്കണം. നമ്മളിപ്പോൾ ആശ്രയിക്കുന്നവർക്കൊക്കെ നമ്മളെക്കാൾ ദുഃഖമാണ്. നമ്മളവിടെ പോയി ദുഃഖം പറയുമ്പോൾ അയാൾ വേറൊന്ന് പറയും, സന്തോഷം, ഇത്ര ദുഃഖം എനിക്കില്ലയോ എന്ന് പറഞ്ഞ് പോലും ചെയ്യും. അതാണ് അവസ്ഥ. എന്നാൽ അങ്ങനെ സുഖമായിട്ടിരിക്കുന്ന ആളുണ്ടോ? ഉണ്ട്. ദുഃഖിക്കാനുള്ള സാഹചര്യമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരാളെ സ്തുതിച്ചും കൊണ്ടാണ് മാഹാത്മ്യം ആരംഭിക്കുന്നത്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്തിയാദിഹേതവേ താപത്രയ വിനാശായ
ശ്രീകൃഷ്ണായ വയം നുമാ ആണ്. സച്ചിദാനന്ദരൂപായ, സത്ത് ചിത്ത് ആനന്ദം, ഇതാണ് ഭഗവാന്റെ സ്വരൂപം തന്നെ. ആനന്ദം, ആനന്ദമല്ലാണ്ട് ഒന്നുമില്ല. എന്നാൽ ഇങ്ങനെ ആനന്ദിച്ചിരിക്കേണ്ട ആളാണോ? നമ്മളാണെങ്കിൽ കുടുങ്ങിയുള്ളൂ. ആ സാഹചര്യത്തിൽ ജനിച്ചു തന്നെ കാരാഗ്രഹത്തിലാണ്. എത്ര വിഷമം ഉണ്ടാവണം. ജനിച്ച ഉടനെ തന്നെ എടുത്ത് മാറ്റി. പെറ്റമ്മ വേറെ, പോറ്റിയത് വേറൊരു അമ്മയാണ്, വേറൊരു നാട്ടിൽ ജീവിക്കുകയാണ്. ഉടനെ തന്നെ വരിക ഈ പൂതന കൊല്ലാനായിട്ട് വരികയാണ്. എത്ര തൃണാവർത്തനം, ശകടാസുരൻ, പല പല പരീക്ഷണങ്ങൾ, എത്ര പ്രയാസം. അമ്മാവൻ തന്നെ മെയിൻ വില്ലൻ ആണ്. തന്നെ കൊല്ലാൻ നോക്കുന്നത് അമ്മാവനാ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. മക്കൾ തമ്മിൽ തല്ലുകയാണ്. അങ്ങനെയാണ് അവസാനം സംഭവിക്കുന്നത്. ദ്വാരക വെള്ളപ്പൊക്കത്തിൽ പോയി. പക്ഷെ അതൊന്നും ആരെ ബാധിച്ചില്ല? ഭഗവാനെ ബാധിച്ചില്ല. അപ്പോഴും സുന്ദരസ്മിത വക്ത്രാബ്ജം, അപ്പോഴും പുഞ്ചിരിക്കൊരു കുറവുമില്ല, ചിരി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുമോ? അതാണ് പഠിപ്പിക്കുന്നത്. അതാണ് അർത്ഥം. അതല്ലാതെ ഇപ്പോൾ ഉള്ളതൊക്കെ എല്ലാ കാലം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും, അതല്ല. പലരും അതാണ് നേട്ടമായിട്ട് കണക്കാക്കുന്നത്. ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴുള്ള സമ്പത്തൊന്നും നഷ്ടപ്പെടില്ല, ഇപ്പോഴുള്ള സൗന്ദര്യമൊന്നും പോവില്ല. അതല്ല, അതൊക്കെ പോവാണ്ടിരിക്കുക ചെയ്യട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കില്ല. ദ്വാരക പോവാണ്ടിരുന്നോ? ഭഗവാന്റെ മക്കളൊക്കെ പറഞ്ഞാൽ കേട്ടു. പിന്നെ അപ്പം നമ്മളെ മക്കൾ കേൾക്കില്ല എന്നല്ല, കേട്ടുവെച്ചാൽ നന്നായി. കേട്ടില്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട. ഭഗവാന്റെ മക്കൾ പോലും പറഞ്ഞത് കേൾക്കാതെ മദ്യം സേവിച്ച് തമ്മിൽ തല്ലാണ് ഉണ്ടായത്. ഇതിനിപ്പോൾ ഇങ്ങനെയൊക്കെ വർണ്ണിക്കണമെന്ന് ചോദിച്ചാൽ സാഹചര്യം എന്തോ ആവട്ടെ, ആ സാഹചര്യത്തിലും സ്വസ്ഥമായിട്ടിരിക്കാനുള്ള വകുപ്പ് നമ്മുടെ കയ്യിലുണ്ട്. അത് ശീലിക്കുക. അത് സാധിക്കും ഭഗവാനെ ആശ്രയിച്ചാൽ. സച്ചിദാനന്ദരൂപായ, ദുഃഖത്തിൻ്റെ ലേശം പോലും ഇല്ലാത്തത്, ഇത് കാണിക്കാനാണ്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്തിയാദിഹേതവേ, അദ്ദേഹത്തെ ആശ്രയിച്ചാൽ എന്താ ലാഭം? താപത്രയ വിനാശായ, ദുഃഖങ്ങളൊക്കെ തീരും. ചിലക്ക് വിശ്വാസമാവില്ല ദുഃഖങ്ങളൊക്കെ. പിന്നെ ഭാഗവതം മഹാത്മ്യമായിട്ടുള്ള, അപ്പം തന്നെ ഇയാൾ കളവ് പറയുകയാണല്ലോ തോന്നും. ഭഗവാനെ ആശ്രയിച്ചാൽ ദുഃഖങ്ങളൊക്കെ തീരെന്ന് പറഞ്ഞാൽ ദുഃഖിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവാം, പക്ഷെ ദുഃഖിക്കാൻ തോന്നില്ല. അത് ഭാഗവതം കേൾക്കുന്നവരെന്നെ സ്വയം നോക്കിയാൽ മതി. എത്ര സപ്താഹം കേട്ടു എന്നിങ്ങനെ നോക്കുക. ആദ്യത്തെ സപ്താഹം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഭാവം എങ്ങനെയായിരുന്നു ചിന്തിക്കുക. ഇപ്പം എങ്ങനെയാണ്? കുനിഷ്ടും കുശുമ്പൊക്കെ കൂടി വരികയാണോ? അങ്ങനെയാണെങ്കിൽ നിർത്തിക്കോളൂ. ഇത് കേൾക്കാൻ നിൽക്കണ്ട. അതല്ല, കുറഞ്ഞു വരികയാണോ? അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറഞ്ഞു വരികയാണ്. പണ്ടൊക്കെ ചെറിയ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അലോസരം, ആകെ ബുദ്ധിമുട്ടായി. ഒരു കൊതു കടിച്ചാൽ മതി, നാശിച്ചാൽ കൊതു എന്ന് പറയായിരുന്നു. ഇപ്പം കൊതു കടിക്കുമ്പം ഒരു വാത്സല്യ, അതിനോട് കുറച്ച് നേരം കടിച്ചാൽ നമ്മൾ വിടും, മതി, ഇനി എത്ര പേര് വിട്ടിരിക്കുന്നുണ്ട്, നമ്മളെ മാത്രം കടിക്കേണ്ട. ആ ഭാവത്തിന് മാറ്റം വന്നു, അത്രേ പറയണുള്ളൂ. അതല്ലാതെ കൊതു കടിക്കില്ല എന്നും പറഞ്ഞില്ല. എന്താ പറയുക, സപ്താഹം വായിക്കുന്ന ആളെ കൊതു കടിക്കാണ്ടിരിക്കൊന്നുമില്ല. പക്ഷെ കൊതു കടിക്കും, പക്ഷെ അത് ഭാഗവതം വായിക്കുന്നതിൻ്റെ മുന്നേ വല്ലാതെ ബാധിച്ചിരുന്നു. പക്ഷേ ഇത് ശ്രദ്ധിച്ചു തുടങ്ങിയതിന് ശേഷം അത് വല്ലാതെ ബാധിക്കുന്നില്ല. അത്രേ അർത്ഥമുള്ളൂ, അത്രേ പറയണുള്ളൂ. അല്ലാണ്ട് ഭാഗവതം വായിക്കുന്ന ആളുടെ വീട്ടിൽ വെള്ളപ്പൊക്കം വരില്ല, അതല്ല, അതൊക്കെ വരും, പക്ഷെ അത് ബാധിക്കില്ല. ഭാഗവതം വായിക്കുന്ന ആചാര്യന്മാരുടെ മക്കളൊക്കെ പറഞ്ഞാൽ കേൾക്കും, അങ്ങനെയൊന്നും അർത്ഥമില്ല, അതൊക്കെ ചിലപ്പം കേട്ടില്ല എന്ന് വരും, തറന്തല്ല് പറഞ്ഞു എന്ന് വരും, പക്ഷെ ബാധിക്കില്ല. അതാണ്. ഇന്നലെ വരെ ബാധിച്ചിരുന്നു. എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ഇവിടെ വേദന ഉണ്ടാവും, നല്ല ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പം പറയുമ്പോൾ നമുക്കൊരു കച്ചേരിയൊക്കെ കേൾക്കണത് പോലെ താളൊക്കെ പിടിച്ച് അങ്ങനെ. കാരണം ഉള്ളിലെന്താ? സച്ചിദാനന്ദരൂപായ ആണ്. അങ്ങനെ ഉയരാൻ സാധിക്കും. അങ്ങനെയുള്ള ചെറിയൊരു ചലനമെങ്കിലും ഭാഗവതം കേൾക്കുമ്പോൾ ഉണ്ടാവണം. അതുണ്ടാവാനാണ് ഈ ഭാഗവതം കേൾക്കുന്നത്. അതുകൊണ്ട് ആ ഭഗവാനെ, സുഖസ്വരൂപനെ ധ്യാനിക്കുക, ആ സുഖസ്വരൂപനെ അറിയുക. ആ സമയത്ത് നമുക്കും ആനന്ദമായിട്ടിരിക്കാൻ സാധിക്കും, ശാന്തി അനുഭവിക്കാൻ സാധിക്കും. ഭാഗവതം ഒട്ടുമിക്ക പുരാണങ്ങളെയും പോലെ സൂതശൗനക സംവാദ രൂപത്തിലാണ് ആരംഭിക്കുന്നത്. സൂതശൗനക സംവാദം, സൂതൻ പറയുക, ശൗനകാദി ഋഷീശ്വരന്മാർ കേൾക്കുക. ശൗനകൻ എന്ന് പറഞ്ഞ അർത്ഥം ശുനകൻ്റെ മകൻ എന്നാണ്. ശുനകൻ എന്ന് പറഞ്ഞാൽ നായ എന്നർത്ഥം. ശൗനകൻ എന്ന് പറയുമ്പോൾ നായയുടെ മകൻ എന്നാണ് അർത്ഥം. അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന നല്ലൊരു വാക്കാണത്. സാധാരണ നമുക്ക് തോന്നും ഇത് മോശമല്ലേ എന്ന്. എന്ത് മോശം? അതാണ് സംസ്കൃതത്തിൻ്റെ പ്രത്യേകത. സംസ്കൃതത്തിൽ ഇപ്പോൾ ആ പേര് ശൗനക നമ്മളെ വിളിച്ചാൽ നമുക്കൊരു അന്തസ്സായിട്ട് തോന്നുള്ളൂ. നന്നായി അതായത്, കാരണം ശൗനക മഹർഷിയാണേ, മഹർഷിയുടെ പേര് വിളിച്ചൊന്നും തോന്നുള്ളൂ. പക്ഷെ മലയാളത്തിൽ വിളിച്ചാൽ കഷ്ടാവും ചെയ്യും. അത് സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ചീത്ത വാക്കില്ല, എന്ത് വിളിച്ചാൽ അത് കേമത്താ, അങ്ങനെയാവുള്ളൂ. മോശം വാക്ക് പറയാൻ സാധിക്കില്ല. അത് നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം, അല്ലെങ്കിൽ മലയാളം എടുക്കാം, അങ്ങനെ മറ്റ് ഭാഷകളെ സ്വീകരിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം എന്നാണ്.
ശൗനകൻ എന്ന് പറഞ്ഞാൽ ശുനകൻ. ശുനകൻ ഈ പേര് വരാൻ കാരണം ശുനകൻ എന്ന് പറഞ്ഞാൽ ശം അന്വേഷിക്കുന്നവനാണെന്നാണ്. ശം എന്ന് പറഞ്ഞാൽ മംഗളം. നായയുടെ സ്വഭാവം നല്ലതിങ്ങനെ ഉണ്ടോ നോക്കും, വാസനിച്ച് ഇങ്ങനെ നടക്കുന്നവനാണ്. അതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം. ശരിക്കും പറഞ്ഞാൽ ഈ പേര് നമുക്കും ചേരും. കാരണം നമ്മളും അന്വേഷിക്കണത് എന്താ അന്വേഷിക്കും? ദുഃഖം അന്വേഷിക്കുക ആണോ? അല്ലല്ല. എന്താ അന്വേഷിക്കണോ? ഒന്ന് സ്വൈര്യമായിട്ടിരിക്കാൻ പറ്റുമോ? കേട്ടു വെക്കുക, കുറച്ചു നേരം കേട്ടു വെക്കാം, വലിയ സുഖമൊന്നുമില്ല കേട്ടോ. അതാണ് നമ്മൾ അന്വേഷിക്കുകയാണ്. സുഖമുണ്ടോ നോക്കൂ. ചാനൽ മാറ്റുന്നത് എന്തുകൊണ്ടാണ്? നോക്കുകയാണ്. മൊബൈൽ സ്ക്രോൾ ചെയ്യണത് എന്തുകൊണ്ടാണ്? എവിടെ സുഖം എന്ന് നോക്കുകയാണേ. കുറേ കഴിച്ചു നോക്കി, തൊട്ട് നോക്കി, കണ്ടു നോക്കി, കേട്ടു നോക്കി, എന്നിട്ടെന്തില്ല, എന്നിട്ടൊന്നും അങ്ങോട്ട് അങ്ങനെ ശൗനകാദികൾ അവസാനം എവിടെ എത്തി? ഭാഗവത്തിൻ്റെ മുന്നിലെത്തി. നമ്മളെപ്പോലെ എത്തി അവസാനം. അവിടെയാണ് ഇരിക്കുന്നത് സുഖം. പക്ഷെ ഇത്രയും കാലം വെറുതെ അങ്ങനെ പല വഴിക്കും പോയി കളഞ്ഞു. അപ്പോൾ ആലോചിക്കും കുറച്ച് മുന്നേ കേൾക്കേണ്ടതായിരുന്നു എന്നാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഇപ്പം ബുദ്ധിമുട്ടുമല്ലോ, ഇനി നോക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പം ശൗനകാദികൾ എന്ന് പറഞ്ഞാൽ പുറമേ ഒന്നല്ല, നമ്മൾ തന്നെ. ശൗനകൻ എന്നല്ല, ശൗനകാദികൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ. ഈ ശൗനകാദികൾ യാഗം ചെയ്യാണ്. യാഗം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യണത് തന്നെയാണ് കേട്ടോ. എന്തൊക്കെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ യാഗമായിട്ട് പറഞ്ഞത്. എന്തെല്ലാം കർമ്മങ്ങൾ, ഓരോരുത്തരും ഓരോ ജോലിയല്ല. എല്ലാവർക്കും ഒരു ജോലിയാണോ? അല്ലല്ല. ചിലർ പഠിപ്പിക്കുന്നു, ചിലർ ഓഫീസിൽ പോകുന്നു, പലരും പല ഉദ്യോഗം, പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. ലക്ഷ്യം ഒന്നാണ്, എന്ത്? സുഖാവണം. എന്താണ്? സുഖാവണം. ആവണുണ്ടോ ഉള്ളത് അവിടെ നിൽക്കട്ടെ, പക്ഷെ ലക്ഷ്യം, ആഗ്രഹം സുഖാവണം എന്നാണ്. അതുതന്നെയാണ് എന്ത്? യാഗം. എത്ര കാലമായി ചെയ്യാൻ തുടങ്ങിയിട്ട്? സഹസ്രസമമാസത. എത്ര കാലമായി? 1000 എന്നല്ല, ആയിരക്കണക്കിന്. കണക്ക് പറയാൻ പറ്റില്ല. ചിലർ പറയും 1000 എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അധികമായല്ലോ, ഇത്രയൊക്കെ ആയുസുണ്ടോ? 100 വർഷമല്ലേ നമ്മൾ ഏറി വന്നാൽ ജീവിക്കുള്ളൂ, പിന്നെന്താ അങ്ങനെ പറഞ്ഞത്? അതിപ്പോൾ ഈ ജന്മം അല്ലേ, എത്ര ജന്മങ്ങളായെന്ന് ആർക്കറിയാം? ആ ജന്മങ്ങളിലൊക്കെ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കഷ്ടപ്പെട്ടു, എന്നിട്ട് ഇപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കില്ലല്ലോ. നമ്മൾ ജനിക്കുന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ? എന്തോ എവിടെയോ പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ജനിക്കില്ല. എത്രയോ വർഷങ്ങളായിട്ട്, എത്രയോ ജന്മങ്ങളിലായിട്ട് നമ്മൾ പല കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നിട്ടും എന്ത് വരുന്നില്ല? അകത്തും പോക, പുറത്തും പോക. കർമ്മഠന്മാരായിട്ട് കഴിയാണ്. അങ്ങനെ ധാരാളം കർമ്മങ്ങൾ ചെയ്ത് ആ കൂട്ടത്തിൽ സൽക്കർമ്മങ്ങൾ കുറച്ചധികം ചെയ്യാൻ തുടങ്ങിയാൽ മെല്ലെ മെല്ലെ ഏതിലേക്ക് ശ്രദ്ധ വരും? ഈശ്വര വിഷയങ്ങളിലേക്ക് ശ്രദ്ധ വന്ന് എപ്പോഴെങ്കിലും ഭാഗവത്തിൻ്റെ മുന്നിൽ എത്തിപ്പെടും. അങ്ങനെ ഒരിക്കൽ ശൗനകാദി ഋഷീശ്വരന്മാരും എത്തിപ്പെട്ടു. അവിടെ സൂതൻ എന്ന പൗരാണികനുണ്ട്. വ്യാസരുടെ ശിഷ്യനാണ്, ശാസ്ത്രങ്ങളൊക്കെ അറിയുന്ന ആളാണ്. ഉഗ്രശ്രവസാണ് ഇവിടെ സൂതൻ. അയാളുടെ അച്ഛൻ്റെ പേര് രോമഹർഷണൻ. എന്താ പേര്? രോമഹർഷണൻ. ശരിക്കും പേര് വേറെന്തോ ആണെന്നാണ് പറയണത്, പക്ഷെ അറിയപ്പെട്ടത് ഈ പേരില്ല. എന്താ ഈ പേര് വരാൻ കാരണം? അദ്ദേഹം കഥ പറയുന്ന സമയത്ത് കേൾവിക്കാർക്ക് രോമാഞ്ചം ഉണ്ടാവും. അങ്ങനെ ജനങ്ങളിട്ട പേരാണെന്ത്? രോമാഞ്ചം ഉണ്ടാക്കുന്നവൻ എന്നാണ്. രോമാണി ഹർഷയാൻ ചക്രേ എന്നാണ്. കാരണം അദ്ദേഹം കഥ പറയുമ്പം കേൾവിക്കാർക്ക് ആനന്ദ കണ്ണീര് വരികയാണ്, കേൾവിക്കാർക്ക് അത് അനുഭവത്തിൽ വരികയാണ്. അങ്ങനെ കഥ പറയാൻ ശേഷിയുള്ള ആളാണ് ആര്? രോമഹർഷണൻ. അയാളുടെ മകനാണ് ഇവിടെ സൂതൻ. അച്ഛൻ്റെ കഴിവൊക്കെ മകനും കുറേശ്ശൊക്കെ, മുഴുവനില്ലെങ്കിലും കുറേശ്ശൊക്കെ കിട്ടില്ലേ? അതങ്ങനെയല്ല, മുഴുവൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉഗ്രശ്രവസ് എന്നാണ്. നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ എന്നർത്ഥം. ശ്രദ്ധിച്ച് കേൾക്കുന്ന ആൾക്ക് മാത്രമേ വേണ്ടതുപോലെ പറയാൻ പറ്റുള്ളൂ എന്നാണ്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാണോ കേട്ടതെന്ന് അറിയാൻ ഇന്ന് വീട്ടിൽ പോയിട്ടൊന്ന് പറയാൻ ശ്രമിച്ചാൽ മതി. എന്താണ്? ഒന്ന് മൊബൈലെടുത്തൊന്ന് റെക്കോർഡ് ചെയ്ത് എന്ന് കേട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുക. എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 2 മിനിറ്റ് ഉണ്ടാവും. ഇവിടെ 3/4 മണിക്കൂർ പറഞ്ഞു. എന്നാലും നമ്മൾ പറയുമ്പം മനസ്സിലാക്കുക, ശ്രദ്ധിച്ച് അത് മുഴുവൻ ഓർത്ത് വയ്ക്കാൻ സാധിക്കണമെങ്കിൽ എന്നാണ്. അത്രയ്ക്ക് ശ്രദ്ധ വേണ്ടേ എന്നാണ്. ഇപ്പം ശ്രദ്ധിച്ച് കേൾക്കുന്നവനാണ്. എന്ന് മാത്രമല്ല, ഉഗ്രൻ എന്ന് പറഞ്ഞാൽ നരസിംഹമൂർത്തിയുടെ ഒരു പേരായിട്ട് പറയും. അതാണ് ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. നരസിംഹമൂർത്തിയെ ഉപാസിക്കുന്നവനാണ് എന്നൊരർത്ഥം. അങ്ങനെ ഉപാസിക്കുന്നവർക്ക് പറയാനുള്ള ശക്തി കുറച്ച് അധികം കൂടുന്നതാണ്. അതുകൊണ്ട് കഥ പറയണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആരെ ആശ്രയിക്കണം? നരസിംഹമൂർത്തിയെ ആശ്രയിക്കണം എന്ന് പറയും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉഗ്രശ്രവസ് എന്ന പേര്. അദ്ദേഹം അവിടെ ഉണ്ട്, സുതപൗരാണികൻ അവിടെ ഉണ്ട്. പക്ഷേ ഇത്രയും കാലം അവിടേക്ക് പോകാൻ ആർക്ക് തോന്നിയില്ല? ഒരുമിച്ച കാപ്പി കൂടിയൊക്കെ എന്നൊന്ന് ചോദിച്ചൂടെ? തോന്നിയില്ല എന്നാണ്. അത് തോന്നില്ല, സമയാവണ്ടേ അതാണ്. ഒരിക്കലും അവർക്കെന്ത് തോന്നി? അല്ല, എല്ലാ നിശ്ചല സൂതപൗരാണികൻ ഇവിടെ ഉണ്ടല്ലോ, നമുക്കതൊക്കെ തൽക്കാലം നിർത്തിയിട്ട് ഒന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാലോ എന്ന് അദ്ദേഹം ഈ ശൗനകാദി ഋഷീശ്വരന്മാർക്ക് തോന്നി. അവരവരുടെ യാഗം ഒന്ന് നിർത്തി. ആ ഇടവേള സമയത്ത് സൂതൻ്റെ അടുത്ത് വന്ന് തൊഴുതു നമസ്കരിച്ചു. എന്നിട്ട് ചോദിച്ചു, ശ്രേയസാം യത് ഭവേത് ശ്രേയ പാവനാനാം ച പാവനം. എന്താണ് ഏറ്റവും വലിയ ശ്രേയസ്? ആണ് ഏറ്റവും വലിയ ശ്രേയസ് എന്താണ്? ഉപനിഷത്തിലൊക്കെ കാണാം ശ്രേയസ് പ്രയസ് രണ്ടെണ്ണം.
നമുക്ക് പ്രയാസം മാത്രമേ അറിയുള്ളൂ, പക്ഷെ നമ്മളതിനെ ശ്രേയസ് എന്ന് വിളിക്കും, അത്രയേ ഉള്ളൂ. ഭൗതികമായിട്ടുള്ള നേട്ടമാണ് പ്രയാസ്. അതുകൊണ്ട് കാര്യമില്ല. കാര്യമുണ്ടോ? എപ്പോഴും സുന്ദരനായിട്ടിരുന്നുകൊണ്ട് കാര്യമുണ്ടോ? കയ്യിൽ കാശുള്ളതുകൊണ്ട് കാര്യമുണ്ടോ? മരിക്കാണ്ടിരുന്നുകൊണ്ട് കാര്യമുണ്ടോ? മരിക്കാണ്ടിരിക്കുകയാണ്. എല്ലാ അസുഖവും ഉണ്ടോ? ഒന്നും വയ്യ, ശ്വാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 125 വർഷമായി, 18-ാം വയസ്സ് കടന്നതാ. എന്ത് കാര്യം? മരിക്കുക ഭേദം, എന്തെങ്കിലും ഭേദം. അതുകൊണ്ട് കാര്യമില്ല. സ്വസ്ഥത വേണ്ടേ? അതാണ് ശ്രേയസ്. ആത്മീയമായിട്ടുള്ള ജ്ഞാനം, അതാണ് ശ്രേയസ്. കൃതാർത്ഥത ആണ്, തൃപ്തി, അതാണ് ശ്രേയസ്. ഇവിടെ ചോദിക്കുകയാണ്, എന്താണ് ഏറ്റവും വലിയ ശ്രേയസ്? നമ്മൾ സ്വയം ചിന്തിക്കുക. ഈ ചോദ്യം നമുക്കും ഇല്ലേ? ഉണ്ടല്ലോ. എന്തെല്ലാം നേടി, പക്ഷെ തൃപ്തി ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് പൂർണ്ണമായിട്ടൊരു തൃപ്തിയും സന്തോഷവും ഉണ്ടാവാത്തത്? അതുതന്നെയാണ് ഇവരുടെയും ചോദ്യം. എന്താണ് ഏറ്റവും വലിയ ശ്രേയസ്? കല്യാണം കഴിക്കലാണോ? കുട്ടികളുണ്ടാവലാണോ? സ്വത്ത് സമ്പാദിക്കലാണോ? ശ്രേയസാം യത് ഭവേത് ശ്രേയഃ പാവനാനാം ച പാവനം. അതിനുള്ള ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ കിട്ടലാണ് ഏറ്റവും വലിയ ശ്രേയസ്. അതിനുള്ള വഴി എന്താണ്? ശാസ്ത്രം പഠിക്കുക. ധാരാളം പുരാണങ്ങളുണ്ട്, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, ഇത് കലികാലമായതുകൊണ്ട് ഭാഗവതം കേൾക്കലാണ് നല്ലത്. അതാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. മറ്റതൊന്നും മോശം എന്നല്ല. കലികാലമായതുകൊണ്ട്, കാരണം ഒന്നിനും സമയമില്ലല്ലോ, ബുദ്ധി കുറവാണ്, പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്, ഒന്നിനും സമയവുമില്ല. ആകെ പ്രയാസമായിട്ടുള്ള ഈ കലുഷമായിട്ടുള്ള ഈ അവസ്ഥയിൽ ഏറ്റവും എളുപ്പം ഭാഗവതം കേൾക്കല. കലൗ കീരേണ ഭാഷിതം, ശ്രീശുകര് പറഞ്ഞ ആ ഭാഗവതം കേൾക്കുക. കാലവ്യാള മുഖഗ്രാസത്രാസ നിർണാശഹേതവേ, കാലമാകുന്ന ഈ സർപ്പത്തിൻ്റെ പിടിയിൽ പെട്ടവരാണ് നമ്മളൊക്കെ. പരീക്ഷത്തിനെ പോലെ തന്നെ ആണ്. പരീക്ഷത്തിന് പാമ്പ് കടിച്ചു, നമുക്കിപ്പോൾ എന്താ? ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പരീക്ഷത്ത് നമ്മൾ തന്നെയാണ്. നമ്മളെ തന്നെയാണ് പാമ്പ് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കറപ്പിക്കേണ്ടിയൊക്കെ വരുന്നത്. ഗോദ്രേജൊക്കെ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാലമാകുന്ന സർപ്പം വിഴുങ്ങിക്കൊണ്ടിരിക്കണം. എന്നല്ലെങ്കിൽ നാളെ നമുക്കും മരണം സംഭവിക്കാം. അതിൻ്റെ മുമ്പ് കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ മുമ്പ് ഈശ്വരനെ അറിയലല്ല, അനുഭവിക്കുക. അതിൽ ലേശം പ്രശ്നമുണ്ട്, തൽക്കാലം അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അതാണ്, അത് അനുഭവിക്കുകയാണ് വേണ്ടത്. അല്ലയോ ശൗനകാദ ഋഷീശ്വരന്മാരെ, അതിന് ഈ കലികാലത്ത് ഇതിനേക്കാൾ നല്ലൊരു വിദ്യ വേറല്ല. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധ്യൈന വിദ്യതേ ആണ്. മനഃശുദ്ധിക്കായിട്ട് ഈ ഭാഗവത തീർത്ഥത്തെ പോലൊരു തീർത്ഥം വേറല്ല. ഈ ഭാഗവത ഗംഗയിലൊന്നും മുങ്ങ. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. അല്ല, അങ്ങനെ മുങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടും കാര്യമില്ല. 7 ദിവസമൊക്കെ ശ്രദ്ധയോടുകൂടി മുഴുവൻ കേൾക്കണം എന്നുള്ള ഭാഗ്യം ആർക്കേ ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞു. അപ്പോഴാണ് പരീക്ഷത്തിന് ശാപം കിട്ടിയെന്നൊക്കെ കേട്ടപ്പോൾ ചോദിച്ചു, കഥ എന്തുണ്ടായി? പറയാം, അതൊക്കെ വിസ്തരിച്ച് നമ്മൾ നാളെ പറയും. ഇപ്പം ചുരുക്കുമെന്ന് പറയാം. 7-ാം ദിവസം ദക്ഷണം കടിച്ച് മരിക്കുന്ന പരീക്ഷത്തിന് ശാപം കിട്ടി. പരീക്ഷത്തെല്ലാം വിട്ട് അദ്ദേഹം പ്രായോപവേശം ചെയ്തു. ആ സമയത്ത് അവിടേക്ക് ശ്രീശിഖ ബ്രഹ്മഋഷി എഴുന്നള്ളി, കയ്യിൽ ഭാഗവതമുണ്ട്. ഈ വാർത്ത ആര് കേട്ടു? ദേവേന്ദ്രൻ കേട്ടു. പരീക്ഷത്ത് അവിടെ പ്രായോപവേശം ചെയ്യുന്നുണ്ട്. അവിടേക്ക് ആര് പുറപ്പെട്ടു? ശ്രീശുകര് ഭാഗവതവുമായി പുറപ്പെട്ടു എന്ന് കേട്ടപ്പം ഇന്ദ്രന് തോന്നി, ആ ഭാഗവതം എങ്ങനെയെങ്കിലും ഒന്ന് തനിക്ക് കിട്ടണം. എന്താ വഴി? അദ്ദേഹം അവിടുന്ന് അമൃതകുംഭവുമായിട്ട് പുറപ്പെട്ടു. ഇവിടെ എത്തി ശ്രീശുകരോട് പറഞ്ഞു, ശ്രീശുകരെ, അങ്ങ് ഈ അമൃതം എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കൂ പരീക്ഷത്തിന്. അയാൾക്ക് പാമ്പ് കടിച്ചാലും മരിക്കില്ല. പോരെ? നമ്മളാണെങ്കിൽ വിചാരിക്കും ശരിയാണല്ലോ, പോരെ, അമൃത് കൊടുത്താൽ മതി, കഴിഞ്ഞു. പാമ്പ് കടിച്ചാലും മരിക്കില്ല, പിന്നെന്താ പ്രശ്നം? അത് കൊടുക്കും. എന്നിട്ട് കയ്യിലുള്ള ആ ഭാഗവതം ഇങ്ങോട്ട് തരൂ. നല്ലോണം നോക്കി ശ്രീശുകർ അടിമുട്ടി. എന്നിട്ട് പറഞ്ഞു, എടോ, അപ്പം ഞങ്ങളും കുറച്ച് ബിസിനസ്സൊക്കെ പഠിച്ചു ആണ്, ബ്രാഹ്മണരും അത്യാവശ്യമൊക്കെ പഠിച്ചു ആണ്, ആരും പിടിച്ചു നിൽക്കണ്ടേ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പണ്ടത്തെ പോലെയല്ല, തരില്ല. ക്വ സുധാ ക്വ കഥാലോകേ ക്വ കാച ക്വ മണിർമഹാൻ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ സുധയവിടെ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഭാഗവത എവിടെ എന്നാണ്, കഥ എവിടെ? നിന്റെ കയ്യിലിരിക്കുന്ന ആ ദേവാമൃതം എവിടെ? എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഭാഗവതാമൃതം എവിടെ ആണ്? രണ്ടൊരു നാവുകൊണ്ട് പറയാൻ സാധിക്കില്ല. പറഞ്ഞാൽ മോശമാണ്, അങ്ങനെ പറയരുത്. അമൃത് കുടിച്ചാൽ മരിക്കാണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. സമാധാനമായിട്ടിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ദ്രപ്പം പുറപ്പെട്ടു വരും. അവിടെ ഇരിക്കില്ലേ? അവിടെ എല്ലാം ഉണ്ട്. അപ്സര സ്ത്രീകളുടെ നൃത്തമുണ്ട്, പാരിജാത മരണ്ട്. എന്നിട്ടെന്താ കാര്യം? എപ്പോഴും യൗവനം. എന്നിട്ടെന്താ കാര്യം? തൃപ്തിയും സന്തോഷവും ഇല്ല. പിന്നെന്താ കാര്യം? ഇവിടെ ഭാഗവതം ഉണ്ടെങ്കിൽ പാരിജാതം ഇല്ല, അപ്സര സ്ത്രീകളില്ല, പക്ഷെ എന്തുണ്ട്? തൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. പോരെ? ക്വ സുധാ ക്വ കഥാലോകേ. ആരെങ്കിലും അപ്പം കൊടുത്ത് പിണ്ണാക്ക് വാങ്ങടോ? തരില്ല എന്ന് പറഞ്ഞപ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തി ആര് പോയി? ആ ഇന്ദ്രൻ തിരിച്ചു പോയി.
അർത്ഥത്രേ നമ്മൾ മനസ്സിലാക്കണ്ടു. സ്വർഗത്തിലുള്ള ഇന്ദ്രന് പോലും കിട്ടാത്ത ഭാഗ്യമാണ് സജ്ജനങ്ങളെ നമുക്ക് ഇവിടെ ലഭിച്ചത് ആണ്. 7 ദിവസം ഇരുന്ന് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇന്ദ്രന് പറ്റിയില്ല. ഇന്ദ്രൻ അവിടെ ഇരുന്നപ്പോഴേക്കും കസേര മാറ്റിക്കൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അപ്പോൾ അതാണ് ഒന്നാമത്തെ മാഹാത്മ്യം. ഇന്ദ്രന് പോലും കിട്ടാത്ത ഭാഗ്യം നമുക്ക് അത് ഭാഗ്യമാണ്. കാരണം സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുക, അത് സാധിക്കും. തൽക്കാലത്തേക്കല്ല, എന്നും സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും. ചിലപ്പോൾ ചിലർക്ക് സംശയം തോന്നട്ടോ. ചിലർ പറയും എന്നാലും ശ്രീശുഖർ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. ഒരാൾ വന്ന് ഭാഗവതം തരുമോ ചോദിച്ചപ്പം ഭാഗവതം പറഞ്ഞു തരില്ല. അങ്ങനെ പറയാൻ പാടുമോ? അദ്ദേഹം മോശക്കാരനല്ലേ എന്നൊക്കെ തോന്നാം. അല്ല, എല്ലാവർക്കും ഭാഗവതം പറഞ്ഞു കൊടുക്കരുത്. അതാണ് ചോദിക്കുന്നവർക്ക് മുഴുവൻ പറഞ്ഞു കൊടുക്കരുത്. നല്ലോണം നോക്കണം, ശ്രദ്ധിക്കാണ്ട് പറഞ്ഞു കൊടുക്കരുത്. അതുകൊണ്ടാണ് അദ്ദേഹം നല്ലോണം നോക്കി ബ്രഹ്മരാതോ വിചാര്യൈവം തഥാ ദേവാൻ ജഹാസഹ. ശ്രീശുഖർ നോക്കിയിട്ടുണ്ട് ഈ ഇന്ദ്രനെ. അപ്പം മനസ്സിലായി എന്ത്? അഭക്താംസ്താംശ്ച വിജ്ഞായ, ഭക്തിയില്ലാത്തവരാണ് ഈ ദേവന്മാർ എന്ന് തിരിച്ചറിഞ്ഞ ശ്രീശുഖർ കൊടുത്തില്ല. എന്താണ്? നല്ലോണം സ്കാൻ ചെയ്തു. അപ്പം മനസ്സിലായി ലെവലേശം ഹൃദയത്തിന് ശുദ്ധിയില്ല, ലെവലേശം ഭക്തിയില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഭാഗവതം കൊടുത്ത് അത് വളച്ചൊടിക്കും, അതുണ്ടാവുക. അതുകൊണ്ട് വേണ്ട, അതുകൊണ്ടാണ് കൊടുക്കാനത്. ഏതായാലും ഒന്നാമത്തെ മാഹാത്മ്യം അതാണ്. ഇന്ദ്രന് പോലും കിട്ടാത്ത ഭാഗ്യം ആണ് ഭാഗവതം കേൾക്കാൻ സാധിക്കുക പറഞ്ഞാൽ. അത്രയൊക്കെ മഹത്വമുണ്ടോ ഈ ചെറിയൊരു ഗ്രന്ഥത്തിന്? ബ്രഹ്മദേവന് സംശയമൊന്നുമില്ല, നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. ബ്രഹ്മദേവൻ സമ്മതിച്ചാൽ പിന്നെ നമ്മളൊക്കെ സമ്മതിക്കില്ലേ? നമ്മളിപ്പോൾ ഏറ്റവും കേമനായിട്ടുള്ള ആളായിട്ട് ബ്രഹ്മാവിന് പോലും എന്നൊക്കെ പറയാറുണ്ടല്ലോ. ബ്രഹ്മാവ് സമ്മതിച്ചതാ, ബ്രഹ്മാവ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഗ്രന്ഥം എന്ന് ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാവ് അന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കേമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് തുലാസിൽ വെച്ചു. 2 തട്ടാണല്ലോ. ഒരു തട്ടിൽ മഹാഭാരതം വെച്ചിട്ടുണ്ടാവും, ഒക്കെ വെച്ചിട്ടുണ്ടാവും ഗ്രന്ഥങ്ങളൊക്കെ, മറ്റ് പുരാണങ്ങളൊക്കെ വെച്ചു. ഭാഗവതം മാത്രം മാറ്റി വെച്ച് മറ്റേ തട്ടിൽ ഭാഗവതം വെച്ചു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഭാഗവതം വെച്ച തട്ട് താഴുന്നു. എങ്ങനെ താഴും? 335 അധ്യായമേ ഉള്ളൂ, 18,000 ഗ്രന്ഥങ്ങളേ ഉള്ളൂ. മഹാഭാരതത്തിനൊക്കെ ഇതിനേക്കാളൊക്കെ എത്ര വലിപ്പമുണ്ട്. വേറെ എത്ര ഗ്രന്ഥങ്ങൾ അവിടെ വെച്ചു. അവിടെയല്ലേ താഴേണ്ടത്? കനം കൂടെ അവിടെയല്ലേ? അല്ല, ശരിയാണ്, പേജിൻ്റെ കനം കൂടെ മറ്റ് ഗ്രന്ഥങ്ങൾക്ക് അയക്കാം. പക്ഷേ ഇതിലുള്ള വിഷയത്തിൻ്റെ കനം ഇതാണ്, ഇതിനുള്ള ശക്തി ഇതാണ്. ആഴ്ന്നിറങ്ങും മനസ്സിലേക്ക്. ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഹൃദയശുദ്ധി മറ്റ് ഗ്രന്ഥങ്ങൾ കേട്ടാൽ ഉണ്ടാവണില്ല എന്നുള്ളത് കൊണ്ട് ഗൗരവേണ ഇതം മഹത്, ഇതിലെ വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ട് ഈ ഭാഗവതം മഹത്ത്, അത് കേമമാണ് എന്ന് ബ്രഹ്മദേവൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇതൊക്കെ നമുക്ക് മനസ്സിലാവാൻ പാകത്തിന് ആലങ്കാരികമായിട്ട് വർണ്ണിക്കുകയാണ്. അല്ലാണ്ട് ബ്രഹ്മദേവൻ തുലാസുമായിട്ട് ഇങ്ങനെ നടക്കുക ഗ്രന്ഥങ്ങളൊക്കെ അതൊന്നും അങ്ങനെയല്ല. അദ്ദേഹം തൂക്കി നോക്കി പറഞ്ഞാൽ മനസ്സിലാക്കി, വായിച്ച് നോക്കി മനസ്സിലാക്കി ഇത്രയും കേമായിട്ടുള്ള ഗ്രന്ഥം വേറെ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി നമ്മൾ സംശയിക്കണോ? നാളെ മുതൽ വന്ന് കേൾക്കണമെന്ന്? എന്തിനു സംശയിക്കണം? ബ്രഹ്മാവ് പറഞ്ഞത് ധൈര്യമായിട്ട് കേട്ടോളൂ എന്ന്. ശരി, രണ്ടാമത്തെ മാഹാത്മ്യം. ഇനി 3 സംശയം ഉണ്ടാവും നമുക്ക്. അത് എങ്ങനെയാണ് ഈ സപ്താഹ രൂപത്തിലായത്? അതൊന്ന് വർണ്ണിച്ചു. സനകാദികളാണ് ആദ്യമായിട്ട് സപ്താഹം നടത്തിയത്, നാരദരും സനകാദികളും കൂടി. എന്തുണ്ടായി? നാരദരങ്ങനെ തീർത്ഥാടനത്തിന് ഒരുങ്ങി. കലികാലം, എല്ലാ ദിക്കിലും മോശം വാർത്തകളും കാര്യങ്ങളും കണ്ട് മടുത്തു. ഭാരതത്തിൽ വന്നു, ലേശം വ്യത്യാസം ഉണ്ടാവുന്ന കരുതിയത്. പക്ഷെ നാരദർക്ക് തെറ്റി. ഇവിടെയും തുടങ്ങിയിട്ടുണ്ട് ലേശം പ്രശ്നങ്ങളൊക്കെ. എല്ലാവരും വേദം വിൽക്കാൻ തുടങ്ങി ബ്രാഹ്മണരെന്നാണ്. അങ്ങനെ അന്നം വിൽക്കാൻ തുടങ്ങി. പലതരത്തിലുള്ള പ്രയാസങ്ങളും കണ്ട സമയത്ത് അദ്ദേഹം നടക്കുകയാണ്. അങ്ങനെ വിഷമിച്ച് നാമം ജപിച്ച് നടക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടി, 10-16 വയസ്സായിട്ടുണ്ടാവും. നാരദരെ കണ്ടപ്പം വിളിച്ചു, ഭോ ഭോ സാധോ ക്ഷണം തിഷ്ഠ മച്ചിന്താമപി നാശയ ദർശനം തവ ലോകസ്യ സർവഥാഘാരംബരം. അല്ലയോ സാധോ, സന്യാസി, ഒന്ന് നിൽക്കണേ, എൻ്റെ ഈ സങ്കടം മാറ്റിയിട്ട് അങ്ങ് പോയിക്കോളൂ, അങ്ങനെ ഞാൻ ഉപദ്രവിക്കാൻ വിളിക്കൊന്നുമല്ല. നാരദർ നിന്നു. സ്വതവേ പെൺകുട്ടികൾ വിളിച്ചാൽ നിൽക്കൊന്നുമില്ല. എന്നാലും അങ്ങനെയൊക്കെ വളരെ ദയനീയമായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്നു. അടുത്ത 2 പ്രായമുള്ളവരെ കണ്ടു, നല്ലോണം ശ്രദ്ധിച്ചു. അടുത്ത് വന്ന് നാരദർ ചോദിച്ചു, നീ ആരാ? എൻ്റെ കൂടെ ഉള്ളവരാരാ? നല്ല പ്രായമുണ്ടല്ലോ ഇവർക്ക് 2 പേർക്കും. മുത്തശ്ശനും മുത്തശ്ശൻ്റെ ഏട്ടനാവും എന്നൊക്കെയാണ് വിചാരിച്ചത്. അവൾ പറഞ്ഞു, അല്ലല്ല, ഞാനാരാന്ന് അങ്ങേക്ക് മനസ്സിലായില്ലേ? എന്നെ നല്ലോണം നോക്കൂ, അങ്ങേക്ക് എന്നെ അറിയില്ലേ? അഹം ഭക്തിരിധിഖ്യാത, എൻ്റെ പേര് ഭക്തി എന്നാണ്. എന്താണ്? ആരോടാ പറയണത്? ഭക്തിസൂത്രം എഴുതിയ ആളാ. ആര്? നാരദരെ. ഭക്തിയെപ്പറ്റി ഗംഭീരമായിട്ട് വർണ്ണിച്ച് അതിൽ PhD എടുത്ത ആളാ. അദ്ദേഹത്തോട് പറയണത് ഭക്തി പരിചയപ്പെടുത്ത. ഞാൻ ഭക്തിയെ മനസ്സിലായില്ല എന്നെ കണ്ടിട്ട്. നാരദർ പറഞ്ഞു, കലികാലത്ത് ഭക്തി ഇങ്ങനെയാണോ? ആണ്. കലികാലത്ത് ഭക്തി നാരദർക്ക് പോലും മനസ്സിലാവുന്നില്ല. അതാണ്. നമുക്ക് മനസ്സിലാവില്ല. വലിയ ഭക്തന്മാരാവും, ശ്രീലകത്തിൻ്റെ മുന്നിൽ തൊഴുത് നമസ്കരിക്കണമൊക്കെ ഉണ്ട്. പക്ഷേ സജ്ജനങ്ങളെ കണ്ട ആദരിക്കാൻ നിശ്ചയില്ല. ആണ്. പാവങ്ങളുടെ വിഷമം മാറ്റാൻ അറിയില്ല. ഭഗവാന് നിവേദ്യമൊക്കെ കൊടുക്കും, പട്ടിണിയായിട്ട്
ഒരു ഗ്ലാസ് ചായ തരുമോ ഭക്ഷണം തരുമോ ചോദിച്ചാൽ കൊടുക്കാൻ അറിയില്ലെങ്കിൽ അത്ഭുതം തോന്നും. ഇതാണോ ഭക്തി എന്ന് നമുക്കും തോന്നും. അതാണ് കലികാലത്തെ പ്രത്യേകത. അമ്പലങ്ങളിലൊക്കെ തിരക്ക് കൂടിക്കൂടി വരും തന്നെയാണ്. ശബരിമല എന്താ തിരക്ക് അല്ലേ, ഗുരുവായൂർ എന്താ തിരക്ക്. അമ്പലങ്ങളൊക്കെ പുരോഗമിച്ച് വരികയാണ്. സ്വർണം പൂജുന്നു, കൊടിമരം, അങ്ങനെ ഒക്കെ കേമാണ്. ധാരാളം പേര് കാശ് കൊടുക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അവരൊക്കെ ഭക്തന്മാരാണെങ്കിൽ പേപ്പറിൽ ചീത്ത വാർത്ത കുറയുക വേണ്ടത്. പക്ഷെ അതും കൂടി വരുന്നു. നാമം ജപിക്കണമുണ്ട്, ഇപ്പുറത്ത് അധർമ്മം ചെയ്യണമുണ്ട്, ടാലിയാക്കണുണ്ട്. രണ്ടും രണ്ട് പാപം ചെയ്യും, രണ്ട് നാമം ജപിക്കും. അങ്ങനെ കൊണ്ടുപോവാണ്. അതാണ് ഭക്തിയുടെ കലികാലത്തുള്ള പ്രശ്നം. ആദർക്ക് പോലും മനസ്സിലായില്ല. ഭക്തി ചെറുപ്പം. ഈ കഥ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഭക്തി ചെറുപ്പം, എന്നാൽ അതിനങ്ങോട്ട് പോയിക്കൂടെ അല്ലേ, പോയിക്കൂടെ. അത് പോവില്ല. എന്താ കാരണം? മക്കൾ നേരെയാവണേ. ഒരമ്മയ്ക്ക് സന്തോഷമാവണമെങ്കിൽ അമ്മ നേരെയായി മതിയോ? നല്ല അമ്മയാണെങ്കിൽ മക്കളും കൂടി ഒന്ന് നേരെയായിട്ട് കാണണം. മക്കളുണ്ട് 2 പേര് അടുത്ത്. ആരൊക്കെയത്? ഒരാളുടെ പേര് മിസ്റ്റർ ജ്ഞാന ആണ്, മറ്റാളുടെ പേര് വൈരാഗ്യ ആണ്. വൈരാഗ്യവും ജ്ഞാനവും ഇങ്ങനെയൊക്കെ പേരുണ്ടാവും മക്കൾക്ക്. അതും തന്നെ മനസ്സിലാക്കാം ഇതൊരു കഥയല്ല. കാര്യം അവതരിപ്പിക്കുകയാണ്. നമുക്ക് ഓർത്ത് വെച്ച് വീട്ടിൽ പോയിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് തത്വങ്ങൾ കഥാരൂപത്തിൽ പറയല്ലേ, നമ്മൾ മറന്നുപോകും. വീട്ടിലെത്തുമ്പോഴേക്കും ജ്ഞാനോ ഭക്തിയോ എന്തോന്നുണ്ടായിരുന്നു. അപ്പോൾ കഥയാകുമ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട്. അമ്മ ഭക്തി, മക്കൾ 2 പേര് ജ്ഞാനവും വൈരാഗ്യവും. ഒരാൾക്ക് 90, മറ്റാൾക്ക് 95. ചോദിച്ചു, ആരാ ഇവർ? എൻ്റെ മക്കളാ. എന്തെങ്ങനെയായി? അമ്മയ്ക്ക് പ്രായമായും കൊണ്ട് മക്കൾക്ക് കുറഞ്ഞും കൊണ്ട് ഇങ്ങനെയല്ലേ പതിവ്. എന്നാൽ ഇങ്ങനെയാണ് ഇപ്പം ഇവിടെ കഥ. കലികാലമായപ്പം ഞങ്ങൾക്ക് 3 പേർക്കും വാർദ്ധക്യം വന്നു, ക്ഷീണമായി. പല ദിക്കിലും സഞ്ചരിച്ചു. വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഞാൻ നേരെയിട്ടു. ഭക്തി അവിടെ കേമം തന്നെയാണ്. വൃന്ദാവനത്തിൽ പോയാൽ നാമജപത്തിനൊന്നൊരു കുറവുമില്ല, നല്ല ഭക്തിയുണ്ട്. പക്ഷെ അവിടെയും ജ്ഞാനവൈരാഗ്യത്തിൻ്റെ കാര്യം ലേശം കഷ്ടിയാണെന്നാണ് ഭാഗവതം നമ്മൾ പറയല്ലേ, ഭാഗവതം പറയേണ്ടത്. അതുകൊണ്ടാണ് ജ്ഞാനവും വൈരാഗ്യം അപ്പോഴും ഉണർന്നില്ല. കാരണം അതവിടെ ഇരിക്കുകയാണ്. ആത്യന്തികമായിട്ട് ദുഃഖം തീരണമെങ്കിൽ ജ്ഞാനം കൂടിയേ തീരൂ. അതാണ് എന്താ തെളിവ്? ഭാഗവതം തന്നെ. ഇവിടെ അമ്മ പൂർണ്ണമാണ്, ഒരു കുഴപ്പമില്ല. ചെറുപ്പക്കാരി വെച്ചാൽ അമ്മയ്ക്ക് പോയി കൂടെ പോവില്ല. അമ്മ എപ്പോഴേ സന്തോഷമാവുള്ളൂ? ജ്ഞാനവും വൈരാഗ്യവും തന്നെ പോലെ തന്നെ ചെറുപ്പാവണം എന്നാണ്. അപ്പോഴേ അമ്മയ്ക്ക് സമാധാനമാവുള്ളൂ. അതിനെന്താ വഴി ചോദിച്ചു. നാരദർ വിചാരിച്ചു വേദം പറഞ്ഞാൽ മതിയല്ലോ. ഗംഭീരമായിട്ടുള്ള വേദം ഒക്കെ ഘോഷിച്ചു, ഒരു മാറ്റമില്ല. അപ്പം ഗീത ഉപദേശിച്ചു. ഗീത കേമാന്നാരോ പറഞ്ഞു കൊടുത്തു. ഗീത ഉപദേശിച്ചപ്പോൾ ചെറിയൊരു അനക്കണ്ടായി, ഒന്ന് കോട്ടുവായിട്ടു. ഒരു മാറ്റാണ്, ഒന്ന് തിരിഞ്ഞു കിടന്നു തന്നെ. എന്നിട്ട് എണീക്കുന്നില്ല. ഇനിയിപ്പോൾ എന്ത് കൊടുക്കണം? ഹെവി ഡോസൊക്കെ കൊടുത്തു, എന്നിട്ടും ഒരു മാറ്റമില്ല. ആകെ ദുഃഖം. പിന്നെ എന്ത് പറയാം? ശ്രീകൃഷ്ണചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? ഡോക്ടർമാരൊക്കെ പറയണ പോലെ തന്നെ ഇനിയിപ്പോൾ ഗുരുവായൂരപ്പനോട് പറഞ്ഞോളൂ. ഞങ്ങളാവണം ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു, പലതും ചെയ്തു നോക്കിയൊന്നും. ശ്രീകൃഷ്ണചരണാംഭോജം സ്മര, ഭഗവാനെ ഭജിച്ചോളൂ, ഒക്കെ നേരെയാ വിട്ടു എന്ന് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും നാരദർക്കുള്ളിൽ ഇങ്ങനെ വിഷമം. സജ്ജനങ്ങൾക്ക് അങ്ങനെയാണ്, അവരുടെ വിഷമല്ല അവരുടെ വിഷമം. അവർക്ക് ഈ ദുഃഖം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു വിഷമാണ്. അവർ സമാധാനമാവണില്ലല്ലോ, ഭക്തിയുടെ കാര്യം കഷ്ടമാണല്ലോ, അവൾക്ക് സമാധാനമാവണില്ലല്ലോ ഉള്ള ദുഃഖം. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് സന്തോഷിച്ചും കൊണ്ടിരിക്കുന്ന സനകാദികളെ ആര് കണ്ടു? നാരദർ കണ്ടു. നാരദരുടെ മുഖത്തുള്ള വാട്ടം കണ്ടപ്പോൾ സനകാദികൾ ചോദിച്ചു, എന്താ ഉണ്ണി നീ ഇങ്ങനെ ദുഃഖിക്കാൻ പാടില്ലല്ലോ, എന്താ വിഷയം ചോദിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞു, പലതും പറഞ്ഞു നോക്കി. അവർ നേരെയാവണില്ല. ഇനി എനിക്കറിയാവുന്ന വഴിയൊക്കെ ഞാൻ നോക്കി, നടക്കണില്ല, എന്ത് ചെയ്യും? അപ്പോൾ സനകാദികൾ പറയുകയാണ്, നിനക്കറിയണ കാര്യം തന്നെയാണ് ഭാഗവതം പറഞ്ഞു കൊടുത്തുവോ? അത് പറഞ്ഞു കൊടുത്തില്ല, കഷ്ടം തന്നെ. കയ്യിൽ അങ്ങനെ ഒരു വിദ്യ ഉണ്ടായിട്ട് എന്തേ മറന്നുപോയി, അത് പറഞ്ഞു കൊടുക്കണ്ടേ? നിനക്ക് അച്ഛൻ ഉപദേശിച്ചൊന്നുമില്ലേ? ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് നാരദർക്ക്. സനകാദികളാരാ? നാരദരുടെ ഏട്ടന്മാരാണ്, ഗുരുനാഥന്മാരാണ്. അതുകൊണ്ട് ആ ഭാഗവതം ഒന്ന് പോയി ഉപദേശിച്ചു നോക്കൂ, നേരെയാവും. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ഈ സംശയം നാരദരും ചോദിച്ചു. അതെങ്ങനെ പറ്റും? വേദസാരമല്ലേ ഭാഗവതം? വേദം തന്നെ ഉപദേശിച്ചു, എന്നിട്ട് നേരെയായില്ല. വേദസാരം ഉപദേശിച്ചാൽ പിന്നെ എങ്ങനെ നേരെയാവും? അതേതുപോലെ ചോദിച്ചാൽ, നമ്മൾ മാവ് നടണത് എന്തിനാ മാവ് നടണത്? നടാറില്ലേ? ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുക ചെയ്യുക, നടാറൊന്നുമില്ല. എന്തിനാ നടണത്? മാവ് നടണത് എന്തിനാ ചോദിച്ചാൽ, തണൽ കിട്ടാനാണോ? തണൽ കിട്ടുന്നുണ്ട്. കൊമ്പ് കിട്ടാനാണോ? കൊമ്പ് കിട്ടുന്നുണ്ട്. ഇല കിട്ടാനാണോ? ഇല കിട്ടുന്നുണ്ട്. പക്ഷെ നടണത് എന്തിനാ? മാങ്ങ കഴിക്കാനാ. എന്തിനാണ്? മാങ്ങ, ഫലം മാങ്ങയാണ്. അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളൊക്കെ മാവ് നടണത് എന്ന് കരുതി കൊമ്പെടുക്കാണ്ടിരിക്കണമെന്നില്ല, ഇല എടുക്കാണ്ടിരിക്കണില്ല, തണൽ നമ്മൾ കൊള്ളാണ്ടിരിക്കണമെന്നില്ല. അവിടെ ഇരിക്കുന്നുണ്ട്, തണൽ അനുഭവിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് വേദമാണ് വൃക്ഷം, മാവെന്ന് കൂട്ടിക്കോളൂ. അതിൻ്റെ ഫലമാണെന്ത്? ഭാഗവതം. മാവിൻ്റെ കൊമ്പ് കഴിച്ചാൽ ഇല കഴിച്ചാലൊക്കെ നമുക്ക് സ്വാദുണ്ടാവുമോ? നല്ല മാവാ, കൊമ്പ് കഴിച്ചിട്ട് പറയുക. ഇല ചവച്ചിട്ട് നല്ല നല്ല അങ്ങനെ പറയാൻ പറ്റില്ല.
മാവിൻ്റെ ഇലയ്ക്കന് എത്ര സ്വാദുണ്ടെങ്കിൽ മാങ്ങയ്ക്ക് എത്ര സ്വാദം ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? ഇല്ലില്ല. പക്ഷെ മാങ്ങ കഴിച്ചാൽ നമ്മൾ പറയും നല്ല മാവന്യാ, നല്ല സ്വാദുണ്ട്. അത് കൊമ്പിൻ്റെയോ ഇലയുടെയോ മാവിൻ്റെയോ പ്രശ്നമല്ല. നമുക്ക് മാത്രമാണ് ഫലം കഴിച്ചിട്ട് അനുഭവിക്കാനുള്ള കഴിവ് കിട്ടുമോ? ആടാണെങ്കിൽ എന്താ ചെയ്യുക? ആടാണെങ്കിൽ ഇലയാണ് അനുഭവിക്കുക, അല്ലേ? ചക്ക കഴിക്കില്ല, അത് പ്ലാവിലിയ കഴിക്കുക. ഇല കഴിച്ചിട്ട് ആട് പറയും നല്ല പ്ലാവാ. നമുക്ക് പറ്റുമോ? ഇല്ല. അത് നമ്മുടെ കുറവാണ്. നമുക്ക് ഭാഗവതം കേട്ടാൽ മനസ്സിലാവും, വേദം കേട്ടാലോ എന്ന് കരുതി വേദം മോശ പറയണ്ട ആണ്. ആ കൊമ്പ് കടിച്ചിട്ടും ഇല കഴിച്ചിട്ടും അനുഭവിക്കാനുള്ള ശേഷി നമുക്കില്ല, ബുദ്ധിയില്ല. അങ്ങനെ ബുദ്ധിയില്ലാത്ത, അത്രയ്ക്ക് പ്രാപ്തിയില്ലാത്തവർ ആ മാങ്ങ കഴിച്ചാൽ തൃപ്തിയാവാറില്ലേ, സന്തോഷമാവാറില്ലേ? അതുപോലെയാണ് ഭാഗവതം പറയൂ, ഉപദേശിക്കൂ, ഫലം അത് കൊടുക്കൂ, സന്തോഷമാവും. നാരദ പറഞ്ഞു എനിക്ക് അത് അങ്ങനെ നടത്തേണ്ടതെന്ന് നിശ്ചയില്ല. അതാണ് ഇതുവരെ അങ്ങനെ ആർക്കും ഉപദേശിച്ചിട്ടില്ല. ഒരു മോഡൽ ഉണ്ടെങ്കിൽ അതാണ്. ഒന്ന് ഒരു ആദ്യത്തെ ഒന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ. അച്ഛൻ എന്നോട് ഇത് വിസ്തരിച്ചോളെന്നേ പറഞ്ഞിട്ടുള്ളൂ. തോമേ അതത് വിപുലീ ഗുരു അതാണ്. നീ ഇത് വിസ്തരിച്ചോളൂന്നല്ലാതെ ഭക്തി ഉണ്ടാവാൻ പാകത്തിന് പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയെന്ന് കാണിച്ചു തന്നിട്ടില്ല. സനകാദികൾ പറഞ്ഞു ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ സനകാദികളാണ് ആദ്യമായിട്ട് ഭാഗവതം സപ്താഹ രൂപത്തിൽ 7 ദിവസമായിട്ട് നടത്തിയത്. അങ്ങനെ നടത്തി തുടങ്ങി മാഹാത്മ്യ പ്രഭാഷണമായിട്ടേ ഉള്ളൂ. ആ സമയത്ത് അവിടേക്ക് ആര് വരുന്നുണ്ട്? മക്കളുടെ കൈ പിടിച്ചും കൊണ്ട് ആ ഭക്തിദേവി ഓടി വരികയാണ്. അപ്പോഴേക്ക് ചെറുപ്പമായി ആർക്ക്? മക്കൾക്കേ. യശോദ രാമൻ്റെ കൃഷ്ണൻ്റെ കൈ പിടിച്ച് വരുന്നത് പോലെ ആടിപ്പാടിയും കൊണ്ട് ആര് വരുന്നുണ്ട്? ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. അവിടെ വന്നു. ഭാഗവതം മാഹാത്മ്യം കേട്ടപ്പോഴേക്കും ഫലം കിട്ടി. 3 പേരും ചെറുപ്പമായി, സന്തോഷമായി. ആ സന്തോഷമായ സ്ഥിതിക്ക് പിന്നെ അവരവിടെ ഇരുന്ന് 7 ദിവസം കേട്ടു. നമ്മളെപ്പോലെ തന്നെ വന്നിരുന്നു. നമുക്ക് സന്തോഷമായി. നമുക്ക് 7 ദിവസം കേട്ടതിൻ്റെ ഫലം ഇപ്പം തന്നെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നന്ദിയുള്ളവരാവണം. ഇപ്പം കിട്ടി. ഭാഗവത 7 ദിവസം കേട്ടുള്ള ഫലം ഇപ്പം കേട്ടിരിക്കുന്നവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നന്ദി കാണിക്കണ്ടേ? ഇനി എന്ത് ചെയ്യുക? 7 ദിവസം ഇരുന്ന് കേൾക്കുക ആണ്. അങ്ങനെ ഭക്തിയും ജ്ഞാനവും മാഹാത്മ്യം കേട്ടപ്പോഴേക്ക് അതിന് ചെറുപ്പമായിട്ടുണ്ട്. എന്നാലും അവർ ആ 7 ദിവസം അത് ശ്രദ്ധിച്ച് നന്ദി കാണിച്ചു, കേട്ടു എന്നാണ്. അമ്മ പറഞ്ഞു എൻ്റെ മക്കളെ കുറച്ച് വികൃതിയുള്ളവരാ, അതുകൊണ്ട് അവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള സ്ഥലം കൽപ്പിച്ചു കൊടുത്താൽ നന്നായി എന്ന് പറഞ്ഞു. ഭക്തന്മാരായിട്ടുള്ള ആളുകൾ കേൾക്കണുണ്ടല്ലോ, ശുദ്ധ ഹൃദയമുള്ളവരുടെ ഹൃദയത്തിലേക്ക് കയറിയിരുന്നോളൂ. ഇതിൽ നല്ല സ്ഥാനം വേറുണ്ടോ? ജ്ഞാനവും വൈരാഗ്യവും അവിടെ കേൾക്കുന്ന ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് കയറിയിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞ താല്പര്യം എന്താ? ഭാഗവതം കേട്ടാൽ ഇപ്പം നമുക്ക് ഭക്തി ഉണ്ട്, ജ്ഞാനവും വൈരാഗ്യവും കൂടി ഉണ്ടാവും. അതോടുകൂടി എന്തായി? പൂർണ്ണമായി ആണ്, തൃപ്തിയായി, സമാധാനമായി, വേറൊന്നും ആവശ്യമില്ല. അതാണ് ഭാഗവതം കേട്ടാലുള്ള ഫലം. അതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. പിന്നൊരു സംശയം നമുക്കുണ്ടാവുക, ഞാനൊക്കെ കേട്ടാൽ നേരെയാവുമോ? ചിലപ്പോൾ നമുക്കങ്ങനെ തോന്നും. ഞാനൊക്കെ കേട്ടാൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, പലതും പുറത്തൊന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അധികം ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ എത്തിയത്. അതാണ് അതിൻ്റെ മുന്നൊക്കെ എന്തായിരുന്നു കഥ? നേരെയാവുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഇരുന്ന് കേൾക്കണവരുണ്ട്. പലരും അങ്ങനെയാണ്. കഴിഞ്ഞു പോകുമ്പോൾ പറയും ഇപ്പോഴും ശ്രദ്ധയൊക്കെ ഉണ്ട്, കേൾക്കണമൊക്കെ ഉണ്ടെങ്കിലും നേരെയാവുന്നൊന്നും തോന്നുന്നില്ല തിരുമേനി, അത്രയ്ക്ക് അധികമൊക്കെ പണ്ട് നേരെയാവും ആണ്. അങ്ങനെ പ്രതീക്ഷിക്കേണ്ട, നേരെയാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ദുന്ധുകാരി പോലും നേരെയായി. ആര് നേരെയായി? പിന്നെ അപ്പം നമ്മളെ കഥ നമ്മൾ കൂട്ടിയാൽ കൂടുതൽ എത്ര പാപം ചെയ്യാൻ, അത്ര പാപം ചെയ്ത ദുന്ധുകാരി പോലും, മഹാപാപി പോലും നേരെയായി. എന്തേ വേണ്ടു? ഭഗവാനിലെല്ലാം സമർപ്പിച്ചാൽ മതി. അഭയം സർവഭൂതേഭ്യോ ദദാമി ഏതത് വ്രതം മമ. ഭഗവാനെ ഞാൻ അങ്ങയുടെയാ എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പറയാൻ സാധിച്ചാൽ മതി. അത് സാധിക്കുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഞാൻ അങ്ങയുടെയാന്ന് പറയാൻ സാധിക്കേണ്ട, ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിച്ചാൽ അയാളുടെ സകല കാര്യങ്ങൾ ആരേറ്റെടുക്കും? ഭഗവാൻ ഏറ്റെടുക്കും. അതാണ് ഭഗവാന്റെ ഹസ്തം അഭയമാണ്. അഭയം എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ കാര്യമൊന്നും പറയണ്ട, എന്തിനാ ഒക്കെ നിശ്ചല്യ ഭഗവാൻ, എന്നിട്ട് നമ്മൾ വിവരിക്കുക എന്തിന്? നമ്മളെക്കാൾ കൂടുതൽ നമ്മളെപ്പറ്റി ഭഗവാൻ അറിയാം. അതുകൊണ്ട് അങ്ങേക്കൊക്കെ അറിയാലോ എന്ന് പറയേ വേണ്ടു. അതാണ് മതി, ഇനിയൊന്നും പറയണ്ട. ഇനി കേൾക്കാൻ തയ്യാറാണോ? അത്രേ ചോദ്യമുള്ളൂ. ഇനി കേൾക്കാൻ, ഭാഗവതം കേട്ട് വലിയ അപകടമില്ലാണ്ട് ജീവിക്കാൻ തയ്യാറാണോ? അതെ, മതി. ഇതുവരെയുള്ളത് ഞാൻ മയച്ചു കളയും എന്നാണ് ഭഗവാൻ പറയുക. അതിനാണ് ഈ ഒരു കഥ. നമുക്കൊക്കെ കഥ നിശ്ചയുണ്ട്, താല്പര്യം മാത്രം പറയാം. ചുരുക്കിയൊന്ന് കഥയും പറയാം. ആത്മദേവൻ്റെ പേരായിട്ടുള്ള ഒരു ഭക്തൻ തന്നെയാണ്. തത്വാർത്ഥങ്ങളൊക്കെ അറിയണ ആളൊക്കെ തന്നെയാണ്. എന്നാലും അനുഭവത്തിലൊന്നും വന്നിട്ടില്ല. ചിലർക്ക് അനുഭവത്തിൽ വരണമെങ്കിൽ ജീവിതത്തിൽ ലേശം ക്ലേശങ്ങളൊക്കെ അനുഭവിക്കണമല്ലോ. ആ ക്ലേശം അയാൾക്ക് ഭഗവാൻ കൊടുക്കുകയാണ്. പറഞ്ഞാൽ കേൾക്കാത്തൊരു ഭാര്യയാണ്. അയാളുടെ ദുഃഖം എന്താ വെച്ചാൽ മക്കളില്ലാനുള്ള പ്രയാസം. ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടനം. ഒരിക്കലും കാട്ടിൽ അങ്ങനെ കഴിയുമ്പോൾ ഒരു സിദ്ധനെ കണ്ടു. അദ്ദേഹത്തെ കണ്ട സമയത്ത് അദ്ദേഹം തൻ്റെ വിഷമം പറഞ്ഞു. അദ്ദേഹം തലയെ തൊട്ടിട്ട് പറഞ്ഞു 7 ജന്മത്തിലേക്ക് കുട്ടികളുണ്ടാവില്ല. അതാണ് ഭാവി അറിയാൻ പോയാലുള്ള കുഴപ്പം. അറിയാൻ പോയില്ലെങ്കിൽ ജന്മം അങ്ങനെ വിചാരിക്കേണ്ടോ? ഇതിപ്പോൾ 7 ജന്മത്തിലേക്ക് ഉണ്ടാവില്ല എന്ന് കേട്ടപ്പോഴേക്ക് അയാൾക്ക് ദുഃഖം ഇരട്ടിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ നദിയിലേക്ക് ഇറങ്ങി മരിക്കുകയാണെന്നും പറഞ്ഞു.
ആ സിദ്ധനാകെ വിഷമായി. താൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇയാൾ മരിച്ചാൽ ബുദ്ധിമുട്ടല്ലേ. അയാൾ വേഗം ഒരു മാങ്ങ എന്തോ പഴം പറിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴിച്ചോളൂ, ഭാര്യയ്ക്ക് കൊടുത്തോളൂ, കുട്ടി ഉണ്ടാവും. എങ്ങനെ പറഞ്ഞു വിടാമെന്നാണ് ഉദ്ദേശിച്ചത്. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ മരണത്തിൽ നിന്ന് രക്ഷിക്കണം. അദ്ദേഹത്തിൻ്റെ ആ പറച്ചിൽ അത് ഫലിച്ചു എന്നാണ്. ആ പഴം കൊണ്ടു കൊടുക്കുമ്പം പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ച് വ്രതമൊക്കെ അനുഷ്ഠിക്കണം, നല്ലതാ, ഈശ്വര വിചാരം ഉണ്ടാവുക, പരദൂഷണം പറയാണ്ടിരിക്കുക, നാമം ജപിക്കുക, ഭക്തിയോടുകൂടി കഴിക്കുക, ഒക്കെ നേരെയാവും. അതാ പറഞ്ഞത്. ഭക്തിയോടുകൂടി വളരെ ഇഷ്ടത്തോടു കൂടി ഇദ്ദേഹം തൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുത്തു. അവൾക്കതൊന്നും ഇഷ്ടമായില്ല. പിന്നെ അവൾ യുക്തി വിചാരം ചെയ്യുന്നവളാ, പഴം കഴിച്ചാൽ കൂട്ടി ഉണ്ടാവുമല്ലേ. പിന്നെ ഇയാൾ അവിടെയും ഇവിടെയും പോയി ഓരോ പഴം എടുത്ത് കൊണ്ടുവരും. മാത്രമല്ല അത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വ്രതം വേണം, TV കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറ്റുമോ? പരദൂഷണം പറയാണ്ടിരിക്കാൻ എങ്ങനെ? നാമം ജപിക്കാണ്ടിരിക്കുക അത് പറ്റും, ശ്വാസം വലിക്കാണ്ടിരിക്കുക പറ്റും, എന്നാലും പരദൂഷണം പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവളങ്ങനെ പരിഹസിച്ചും കൊണ്ട് സിദ്ധനെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ നോക്കി ദൂരത്തായിട്ട് ഗോശാലയിൽ പശുവിനെ കണ്ടപ്പോൾ തോന്നി അതിന് കൊടുക്കാം, അതാകുമ്പോൾ പിന്നെ ദുശ്ശീലൊന്നും ഇല്ല, നല്ല ജന്തുവാ, അതിന് കൊടുത്തിട്ട് പ്രസവിക്കാൻ നോക്കണമല്ലോ എന്നും പറഞ്ഞ് ആ പഴം ദേഹം അറിയാണ്ട് പശുവിന് കൊടുത്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇവളുടെ അനിയത്തി. അവൾ വന്ന് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, കുട്ടി വേണം, അത്രയല്ലേ ഉള്ളൂ, എനിക്ക് 8-10 മക്കളുണ്ട്, ഇപ്പം ഞാൻ ഗർഭിണിയാണ്, എനിക്കുണ്ടാവണ കുട്ടി ഞാൻ നിനക്ക് തരാം, നീ നിൻ്റെയെന്ന് പറഞ്ഞാൽ മതി, ഭർത്താവിനെ പറ്റിക്കാം. ചില്ലുവാൻ എന്താ വെച്ചാൽ എൻ്റെ ഭർത്താവിന് കൊടുത്താൽ മതി, അതിലൊന്നും എഴുത്തിനീത്തി ബന്ധമൊന്നുമില്ല, അതെന്താ വെച്ചാൽ കൊടുത്താൽ മതി. പിന്നെ നിനക്ക് പാലില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ, പാല് കൊടുക്കാൻ വരിക എന്നൊക്കെ പറഞ്ഞ് അനിയത്തിയെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ പറ്റിക്കാമെന്നും പറഞ്ഞു. ഏതായാലും അതുപോലെ പണ്ട് കാലത്ത് പറ്റിക്കലൊക്കെ നടക്കും, കുഴപ്പമൊന്നുമില്ല. കാരണം ഭാര്യ ഗർഭം ധരിച്ചു എന്ന് കേട്ടാൽ ഉടനെ തന്നെ പിന്നെ ഈശ്വരനെ ഭജിച്ച് കഴിയുക ചെയ്യുക ഭർത്താവ് ആണ്. കാരണം ഉണ്ടാവണ കുട്ടി സത്സന്താനാവണം, ലോകത്തിന് നന്മ ചെയ്യുന്നവനാവണം എന്നൊരു സങ്കല്പമുണ്ട്. സങ്കല്പമാണ് സത്യമാവണതേ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം കാണുമ്പോഴാണ് നല്ല ഒന്നാവായിരുന്നു ഈശ്വര, പിന്നെയാണ് ആലോചിക്കുക. ഇതങ്ങനെയല്ല, അതാണ് ദീക്ഷ. പിന്നെ താടി വെട്ടില്ല, മുടി വെട്ടില്ല, അങ്ങനെ ഭഗവാനെ ഭജിച്ചും കൊണ്ട് കഴിയും. ഇടയ്ക്കൊക്കെ വന്ന് ചില ചടങ്ങ് സമയത്ത് മാത്രമേ കാണുള്ളൂ. അതും ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ പുരുഷസൂക്തമൊക്കെ ജപിച്ച് നെയ്യൊക്കെ കൊടുക്കും. ഇങ്ങനെ ഭാഗവതമൊക്കെ കേൾപ്പിക്കും. ഇപ്പം ഉണ്ടാവണ കുട്ടി പ്രഹ്ലാദനെ പോലെയും ധ്രുവനെ പോലെയൊക്കെയുള്ള മക്കളുണ്ടാവും. ആ ഒരു സങ്കല്പത്തിൽ അദ്ദേഹം അങ്ങനെ സഞ്ചരിക്കുകയാണ്. പ്രസവിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞ് ഓടി വന്നു, ഉണ്ണിയെ കണ്ടു, പേരിട്ടു ദുന്ധുകാരി, മഹാമോശക്കാരൻ. ഇപ്പം തന്നെ അത്ഭുതം ഉണ്ടായി. അടുത്തന്നെ ഗോശാലയിൽ ആ പശു പ്രസവിച്ചു മനുഷ്യക്കുട്ടിയ. അമ്മയുടെ സ്വഭാവത്തിൽ ചെവി മാത്രം ആണ്, പശുവിൻ്റെ ചെവി പോലെ ചെവിയുള്ളത് കൊണ്ട് ഗോകർണൻ അങ്ങനെ പറയാം, ശ്രദ്ധ കിട്ടാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ അതല്ല. ഗോ എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്, വേദം എന്നാണ് അർത്ഥം. കർണം എന്ന് പറഞ്ഞാൽ ചെവി, വേദം ശ്രവിക്കുന്നവൻ, അയാൾക്കത് ഇഷ്ടം. ദുന്ധുകാരി മറ്റേ പോപ്പ് മ്യൂസിക്കൊക്കെ കേട്ടങ്ങനെ ഇരിക്കും, ഇയാൾ വേദം ശ്രവിച്ചിരിക്കും. രണ്ടുപേരും അങ്ങനെ വളർന്നു. ഗോകർണ പണ്ഡിതോ ജ്ഞാനി ദുന്ധുകായി മഹാഖല. ഗോകർണൻ പണ്ഡിതനാണ്, ജ്ഞാനിയാണ്, ഈശ്വര വിഷയങ്ങളൊക്കെ നല്ല താല്പര്യം, രാവിലെ എണീറ്റാൽ കുളി, ജപം, ധ്യാനം. ദുന്ധുകാരിയാണെങ്കിൽ മഹാഖല, വലിയ ദുഷ്ടൻ. കുട്ടിക്കാലം കഴിഞ്ഞു, വലുതായി വരുമ്പം ബുദ്ധിമുട്ട് കൂടിക്കൂടി വരികയാണ്. സ്ത്രീകൾക്കൊന്നും വഴി നടക്കാൻ പറ്റാതെയായി. അവസാനം അമ്മയെ തല്ലാൻ തുടങ്ങി, അച്ഛനെ തല്ലാൻ തുടങ്ങി. നിവൃത്തില്ലാണ്ട് പുറത്തിറങ്ങി അച്ഛൻ. അന്ന് അദ്ദേഹം വിചാരിച്ചു, ആ സിദ്ധം പറഞ്ഞതുപോലെ മതിയായിരുന്നു, ഇല്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ, ഇങ്ങനെ ഒരുത്തനുണ്ടായല്ലോ എന്ന് വിഷമിച്ചു. ദുഃഖിച്ചിരിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് ഗോകർണം വന്നിട്ടൊരു ഗ്രന്ഥം കൊടുത്തു. അച്ഛാ, ദുഃഖം തരുന്ന ഈ ഉണ്ണിയെ ഇനി ഓർക്കണ്ട, സുഖം തരുന്ന ഉണ്ണിയെ ഓർത്തോളൂ. അതാണ് സുഖസ്വരൂപൻ. ആരാ അത്? സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്തിയാദിഹേതവേ, ആ ദശമസ്കന്ധം. ഈ ഉണ്ണിയെ ആശ്രയിച്ചോളൂ. ഈ ഉണ്ണിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. കണ്ണുരുട്ടില്ല. ഭഗവാന്റെ ഉരുട്ടിയ കണ്ണ് കണ്ടിട്ടുണ്ടോ? നരസിംഹാവും പോലെ ലേശം, അത് ഹിരണ്യകശിപുവിനെ പറ്റിക്കാനാ, അത്രയേ ഉള്ളൂ. അപ്പോഴും പട്ടരിപ്പാട് പറയുന്നുണ്ട്, ഭഗവാനെ അങ്ങയുടെ നാട്യാപാരം. പ്രഹ്ലാദം പോയിട്ട് ആ വെഞ്ചാമര താടി ഇങ്ങനെ മാറ്റിയാണ്. അപ്പോൾ ആരെയാ കാണുന്നത്? ദിവ്യ കിശോര രൂപം. അടങ്ങാനിട്ട് പ്രഹ്ലാദനെ നോക്കുക, ഇതൊക്കെ അച്ഛനെ പറ്റിക്കാനാടോ? എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നാണ്. അത് അത്യന്ത ശുദ്ധാകൃതി ആണ്, അത്രയ്ക്ക് ശുദ്ധമായ ആകൃതിയാണ്. പക്ഷേ അത് ഘോരന്മാരെ പേടിപ്പിക്കാനായിട്ട് അങ്ങനെ രൂപം ധരിക്കണമെന്നേ ഉള്ളൂ. കാരുണ്യം മാത്രമേ ഉള്ളൂ ഈ ഉണ്ണിക്ക്. അയാളുടെ കയ്യിൽ ചൂരലൊന്നുമില്ല, ഒലയ്ക്കൊന്നുമില്ല, കയ്യിൽ താമര ആണ്, ഓടക്കുഴൽ. ആശ്രയിച്ചോളൂ, ഒരു ദുഃഖം ഉണ്ടാവില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ദശമസ്കന്ധം മാത്രം വായിക്കുക നല്ലത്. മറ്റതൊന്നും ഏകാദശമൊക്കെ ചിലപ്പോൾ ദ്വിതീയ സ്കന്ധമൊന്നും പറ്റിക്കോളുന്നില്ല. അതുകൊണ്ട് 60 വയസ്സ് കഴിഞ്ഞവർക്ക് കൺസെഷൻ ഉണ്ട്. അവർക്ക് എന്ത് മതി? ദശമസ്യ പാഠാത്, ദശമസ്കന്ധം വായിച്ചാൽ തന്നെ മുക്തി കിട്ടുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം കാട്ടിൽ പോയി ആ കൃഷ്ണനെ ആശ്രയിച്ചു, സ്വസ്ഥായി. സിദ്ധം പറഞ്ഞതൊക്കെ ഫലിച്ചു കിട്ടോ. പഴം കൊടുത്തോളൂ, ഉണ്ണി ഉണ്ടാവും, നേരെയാവും. ഏത് ഉണ്ണി? ഗോകർണൻ്റെ കാര്യമാണ് പറഞ്ഞത്, ദുന്ധകാരിയുടെ കാര്യമല്ല. ആ ഉണ്ണി കാരണം ഈ അച്ഛൻ നേരെയായി. പക്ഷേ അമ്മ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അതാണ്. ദുന്ധുളി ചെയ്തത് ദുന്ധുളി അനുഭവിക്കണ്ടേ? മകൻ അമ്മയെ തല്ലാൻ തുടങ്ങി.
അവസാനം മകൻ്റെ കൈ കൊണ്ട് ചാവണ്ടെന്ന് കരുതി എടുത്ത് ചാടി കിണറ്റിൽ മരിച്ചു. അതോടുകൂടി ദുന്ധുകാരിക്ക് സുഖമായി. ആരും ചോദിക്കാനും പറയാനുമില്ല. ധാരാളം സ്ത്രീകളെ പല ദിക്കിൽ നിന്ന് കൊണ്ടുവന്നു. അവരെ സന്തോഷിപ്പിക്കാനായിട്ട് കക്കാൻ തുടങ്ങി. ഒരിക്കൽ രാജഭണ്ഡാരം കൊള്ളയടിച്ച് പണ്ടുമായിട്ട് വന്നു. രാജചിഹ്നങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് അന്വേഷണം വരും, ഉറപ്പാ, പിടിക്കും. പിടിച്ചാൽ ഇയാളെ കൊണ്ടുപോകും, അതിനെന്താ കുഴപ്പമൊന്നുമില്ല. തൊണ്ടി മുതലും കൊണ്ടുപോകും, അതിന് കുഴപ്പമുണ്ട്. പട്ടുസാരി പോവും, സ്വർണ്ണ വള പോവും. ഒരു കാര്യം ചെയ്യുക, തെളിവ് നശിപ്പിക്കുക. ദുന്ധുകാരിക്ക് നല്ല മദ്യമൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ കഴുത്തം കണ്ട് കെട്ടി ചിരട്ടക്കണലിൽ വായിൽ നിറച്ച് കൊന്നു. അതോടുകൂടി മഹാപ്രേതായിട്ട് മാറിയാര് ദുന്ധുകാരി. ഗോകർണൻ സ്ഥലത്തില്ല. അദ്ദേഹം തീർത്ഥാടനം നാമം ജപിച്ച് അങ്ങനെ സഞ്ചരിക്കുകയാണ് ശാന്തനായും കൊണ്ട്. ഗയയിലെത്തിയപ്പം കേട്ടു സഹോദരൻ മരിച്ചു എന്നുള്ള വാർത്ത. ഗയാശ്രാദ്ധ കൂട്ടി സഹോദരന് മുക്തി ലഭിക്കട്ടെ സങ്കല്പിച്ചിട്ട്. കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ഗൃഹത്തിലെത്തിയപ്പം അവിടെയുള്ളവരൊക്കെ പറഞ്ഞു അവിടേക്ക് പോണ്ട, ആകെ പ്രശ്നമാണ്. പല ശബ്ദങ്ങളും കേൾക്കാറുണ്ട്, പല രൂപവും കാണാറുണ്ട്. അദ്ദേഹത്തിന് അതിലൊന്നും കഥയില്ല, ഒക്കെ ഈശ്വരൻ ഭഗവാനല്ലാണ്ട് വേറൊന്നുമില്ല. സർവം വിഷ്ണുമയം ഈ ഭാവ. അദ്ദേഹം ചെന്നു കിടന്നുറങ്ങുന്ന സമയത്ത് പല രൂപത്തിൽ ദുന്ധുകാരി സംവദിക്കാൻ ശ്രമിച്ചു. തൻ്റെ കയ്യിലുള്ള തീർത്ഥം ജപിച്ച് തളിച്ചു. ദുന്ധുകാരിയുടെ രൂപം കണ്ടു. സഹോദര, നിനക്ക് വേണ്ടി ഞാൻ ഗയാശ്രാദ്ധ കിട്ടിയതാണല്ലോ, എന്നിട്ടും മുക്തനായില്ലേ? ദുന്ധുകാരിനെ പറഞ്ഞു, നീ ഒന്നല്ല 100 ഗയാശ്രാദ്ധം ഊട്ടിയാലും എനിക്ക് മുക്തി കിട്ടും തോന്നണില്ല. അച്ഛനെ തല്ലിയ കയ്യാത്, അമ്മയെ തല്ലിയിട്ടുണ്ട്, എങ്ങനെ മുക്തി ലഭിക്കും? എന്തെങ്കിലും വഴിയുണ്ടോ? സ്വസ്ഥനാവണമെന്ന് ആഗ്രഹമുണ്ട്, നീയല്ലാണ്ട് വേറൊരാളെനിക്കില്ല എന്ന് പറഞ്ഞ ദുന്ധുകാരി കാൽക്കൽ വീഴുകയാണ്. എന്ത് വേണമെന്ന് ആലോചിച്ചു. അദ്ദേഹം സൂര്യനെ ഉപാസിക്കുന്ന ആളാണ്, എന്നും ഗായത്രി ജപിക്കുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം സൂര്യദേവനോട് ചോദിച്ചു. സൂര്യദേവൻ ഉപദേശിച്ചു എന്നാണ് ഭാഗവതം സപ്താഹമായിട്ട് നടത്തൂ എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ തോന്നിയെന്നർത്ഥം എന്നാണ്. ധിയോയോ ന പ്രചോദയാത്, എൻ്റെ ബുദ്ധിയിൽ വേണ്ട സമയത്ത് വേണ്ടത് തോന്നിപ്പിക്കണേ, അതാണ്. ബുദ്ധിയുടെ ദേവനാണല്ലോ സൂര്യൻ. അങ്ങനെ അദ്ദേഹം ഭാഗവത സപ്താഹം ദുന്ധുകാരിക്ക് വേണ്ടി നടത്തുകയാണ്. ശരീരമില്ലല്ലോ, ഒരു ഭാഗത്തിരുന്ന് കേൾക്കണം വെച്ചാൽ നമുക്ക് ഭാഗ്യമുണ്ട്, ശരീരം ഉണ്ടല്ലോ. ദുന്ധുകാരിക്ക് അതില്ല. എന്തു ചെയ്യും? അന്ന് മുളന്തണ്ടെടുത്ത് 7 കമ്പുള്ള മുളന്തണ്ടെടുത്തിട്ട് ദുന്ധുകാരി അതിലിരുത്തി. ഇന്നാണെങ്കിൽ വെള്ളിപ്രതിമയിൽ ആവാഹിച്ചിരുത്തും. അങ്ങനെ വായന ഉണ്ട്, പ്രേതവായന എന്നാ പറയുക, വേർപാട് വായന. അവിടെ പോയിട്ട് ഭാഗവതം കേൾപ്പിക്കും. ആയ കാലത്തിരുന്ന് കേട്ടില്ല, അങ്ങനെയാകുമ്പോൾ പോയാലും വിടില്ല, ആവാഹിച്ചു കൊണ്ടിരുത്തി കേൾപ്പിക്കും. ഇത് കേൾക്കലല്ലാണ്ട് വേറൊരു വഴിയില്ല മുക്തിക്കെന്ന് കാണിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും വായിച്ച് നിർത്തുന്ന സമയത്ത് ഓരോ കമ്പായിട്ട് അങ്ങനെ പൊട്ടി. 7-ാം ദിവസം വായിച്ച് സമർപ്പിച്ച സമയത്ത് 7-ാമത്തെ കമ്പും പൊട്ടി. അതിന്നൊരു രൂപം ആണ്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം. നീലമേഘ ശ്യാമളനായി ശംഖചക്ര ഗദാധാരിയായി തുമന്തഹാസം പൊഴിച്ചും കൊണ്ടൊരു രൂപം കണ്ട് അവിടെ കൂടിയിരിക്കുന്ന ശ്രോതാക്കളൊക്കെ പോയി നമസ്കരിച്ചു. ഗുരുവായൂരപ്പനാ കരുതി നമസ്കരിക്കുകയാണ്. ദുന്ധുകാരി പറയാം, അല്ലല്ല, ഞാൻ ദുന്ധുകാരിയാണ്. അവർക്ക് അത്ഭുതമായി. ഭഗവാന്റെ അതേ രൂപം. എങ്ങനെയത്? ഭാഗവതം കേട്ടതുകൊണ്ട്. നമ്മുടെ ഉള്ളിലുണ്ട് ഈ രൂപം. നമ്മളൊക്കെ ഭഗവാൻ തന്നെയാണ്, പക്ഷെ അത് ബോധ്യമാവണില്ലല്ലോ. ആവും. ആ സന്തോഷം, ഭഗവാന്റെ അതേ അനുഭവിക്കുന്ന അതേ സുഖം, ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഞാനും ഭഗവാനും വേറെയല്ല എന്നറിയാൻ സാധിക്കും ശ്രദ്ധിച്ച് ഭാഗവതം കേട്ടാൽ. ഒരു വിമാനം വന്നു, അതിലേക്ക് ദുന്ധുകാരി കയറിപ്പോയി. ഇത് കണ്ട ശ്രോതാക്കൾക്കൊക്കെ ഒരു വിഷമം. സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷമുണ്ട്. എന്നാലും നമ്മുടെ കൂടെ ഇരുന്ന് കേട്ട ദുന്ധുകാരിക്ക് മാത്രം വൈകൊണ്ട് നമുക്കൊക്കെ ഒരു വിഷമം. ഗോകർണനും വിഷമം. പറഞ്ഞ തനിക്ക് വിമാനം വന്നില്ല. എങ്ങനെ ഉണ്ടാവും? കേട്ട നിങ്ങൾക്കൊക്കെ വിമാനം, പറഞ്ഞ ഞാൻ ഇവിടെ തന്നെ ഇരുന്നാൽ വിഷമം ഉണ്ടാവില്ലേ? അദ്ദേഹം അന്വേഷിച്ചു, എന്തേ അങ്ങനെ? അപ്പോൾ അശരീരി കേട്ടു എന്നാണ്. ശ്രദ്ധയ്ക്കനുസരിച്ച് ആ ഫലം ഉണ്ടാവുക. ഇതിനനുസരിച്ചാണ്, ശ്രദ്ധയ്ക്കനുസരിച്ചാണ്, വിശ്വാസത്തിനനുസരിച്ചാണ്. ഗോകർണ ദുന്ധുകാരിക്ക് വേണ്ടിയാണ് പറഞ്ഞതേ, തനിക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയല്ല? അവിടെ പ്രശ്നം. ശ്രോതാക്കൾ നേരെയാവട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. അല്ല, അങ്ങനെ പറയരുത്. ഞാനത് പറഞ്ഞ നേരെയാവട്ടെ എന്നാണ് അങ്ങനെ വിചാരിക്കേണ്ടത്. കേട്ട ശ്രോതാക്കളും അങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് പലതും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലൊന്ന് കുറച്ച് ഭാഗവതം കേട്ടാൽ ഇനിയിപ്പോൾ അതില്ല എന്ന് വേണ്ട. എന്തായാലും ഇപ്പം ഗീതി നാരായണിയൊക്കെ കുറേശ്ശൊക്കെ നോക്കി, ഇനി ഭാഗവതം കുറച്ച് അങ്ങനെ ഫാഷനായിട്ട് അങ്ങനെ ഉണ്ട് പലരും. ഇപ്പം മലേശൊക്കെ അങ്ങനെ അതില്ല എന്ന് പറയണ്ട. അങ്ങനെയൊക്കെയാണ്. എന്നാൽ ബന്ധുകാരി അങ്ങനെയല്ല, വേറെ വഴിയില്ല എന്ന് ഉറപ്പുണ്ട്. എന്തുണ്ട്? നമുക്ക് പലതും ഉണ്ടല്ലേ, ബാങ്ക് ബാലൻസ് ഇല്ലേ, എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാനിന്ന് കേൾക്കണമെന്നേ ഉള്ളൂ, എനിക്ക് ബന്ധുക്കളില്ലേ എന്നൊക്കെ മട്ടിലാവും കേൾക്കുക. പക്ഷേ ഇദ്ദേഹം ബന്ധുക്കളില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, അതുകൊണ്ടൊന്നും നടക്കില്ല എന്ന് ഉറപ്പുണ്ട് ഈ ദുന്ധുകാരിക്ക്. ഭാഗവതല്ലാതെ വേറൊന്നുമില്ല. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. ഈ ഭാവത്തിൽ മറ്റൊന്നിലേക്കും ശ്രദ്ധ പോവാതിരുന്ന് കേൾക്കുന്നവർക്കാണ് ഫലം. ഇപ്പം എങ്ങനെ കേൾക്കണം മനസ്സിലായില്ലേ? അതാണ്, അങ്ങനെ കേൾക്കണം.
അങ്ങനെ ഒന്നും കൂടി നടത്തി. ആദ്യം പറഞ്ഞു മാഹാത്മ്യം കൂടി ഉണ്ടായി, മറ്റേത് മാഹാത്മ്യമൊന്നും ഉണ്ടായില്ല. മാഹാത്മ്യം അങ്ങനെ തുടങ്ങിയതേ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, വെറുതെ കേട്ടാൽ പോരാ എന്ന് പ്രത്യേകം പറഞ്ഞും കൊണ്ട് കേട്ടു. എത്ര പേര് കേട്ടു? അത്രയ്ക്ക് വിമാനം. അതല്ലേ ഭാഗ്യം. ഭാഗവതം കേൾക്കണതിക്കില്ല ഭഗവാൻ വരികയാണ്. താൻ ഭഗവാനാണെന്ന് പോലും മറന്ന് ഭഗവാൻ ശ്രോതാക്കളുടെ കൂടെ ഇരിക്കുന്നതാണ്. നൃത്തം വയ്ക്കും, നമ്മളുടെയൊക്കെ അടുത്ത് വന്നിരിക്കും. അതാണ് ഭാഗവതം കേട്ടാലുള്ള ഫലം. പൂർണ്ണമായ ആനന്ദം ഒരു മറയുമില്ലാതെ അനുഭവിക്കാൻ സാധിക്കും ഭാഗവതം കേട്ടാൽ. അതാണ് ഫലം. അങ്ങനെ ശ്രദ്ധിച്ച് ഭാഗവതം കേൾക്കാൻ ഭഗവാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാത്മ്യ പ്രഭാഷണം ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുകയാണ്.